Good morning, all. Welcome to all the under 19 boys in this group who are participating in today's workshop. This is a very important online program for you all. And go through this very carefully and then come back to us. And I'll just brief you about the program today. We'll have a keynote address by Advocate Rajendra, who is the Joint Secretary of Kerala Cricket Association, and our Honorary President, Sajan will address you and inaugurate this session. It will be followed by Mr. Tinu Yona, Director HPC, who will be briefing you about the pre-season programs. And we have also a guest today. This is Sunil Oasis, our honorable coach of under 19. He will also be addressing you. Followed by Vaishak Chandran, who will be talking to you about training and fitness. And then Madam Steffi Stanley will be addressing you on mental conditioning and confidence building. Please make use of this session. Understand. നമ്മൾ ഇതിന്റെ ഒരു റിപ്പീറ്റ് പിന്നെയും കാണിക്കുമ്പോൾ ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുള്ളവർക്ക് ഇതിൽ കുറെ പേര് വീഡിയോയും ഓഡിയോയും ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരെയൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്യും. പിന്നെ അവർക്ക് കയറാനും പറ്റത്തില്ല, റിപ്പീറ്റും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഓഡിയോ വീഡിയോ ഓഫ് ചെയ്യുക പ്ലീസ്. So Dilip, let us start with the keynote address of Advocate Rajit and inaugural address. Then Tinu will take over. Thank you, Dilip. Good morning. ആദരണീയനായ പ്രസിഡന്റ്, പ്രിയപ്പെട്ട ശ്രീ രമേശ് സാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഈ ഓൺലൈൻ പ്രോഗ്രാമുകളിലേക്ക് സ്വാഗതം. ഇത് 6ാമത്തെ ഓൺലൈൻ ഇനിഷ്യേറ്റീവാണ്. ഇതിനു മുമ്പ് അമ്പയർമാർ, സ്കോറർമാർ, ക്യൂറേറ്റർമാർ, അക്കാഡമിയിലെ ട്രെയിനീസ്, സ്റ്റേറ്റ് ലെവൽ പ്ലെയേഴ്സ്, ഇവർക്കെല്ലാവർക്കും വേണ്ടിയൊക്കെ വിവിധ സെഷനുകൾ ഇതുപോലെ ഗൂഗിൾ മീറ്റിൽ തന്നെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾ ഇതിൻ്റെ അവസാനത്തെ സെറ്റ് ഓഫ് സെഷൻസാണ് ഇതിപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പ് വളരെ വലുതാണ്. ഡിസ്ട്രിക്ട് പ്ലെയേഴ്സിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓരോ കാറ്റഗറിയിലും ഏതാണ്ട് 250 മുതൽ 300 ആളുകൾ വരെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അവസാനത്തേക്ക് വച്ചതാണ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ തരത്തിലെങ്കിലും ഗെയിമുമായിട്ട് ഒരു അഫിനിറ്റി നിങ്ങളെ കൊണ്ട് ആ ഒരു കണക്ഷൻ, ഗെയിമുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്തുക. 2 സീസൺ എപ്പോൾ വേണമെങ്കിലും തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ പ്രിപ്പയർഡാക്കി നിലനിർത്തുക. ഇത്തരത്തിലുള്ള 2 ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ സീരീസ് ഓഫ് ഓൺലൈൻ പ്രോഗ്രാംസ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കഴിഞ്ഞ ഏതാണ്ട് 3-4 മാസങ്ങളായിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ പ്രോഗ്രാംസും വളരെ സക്സസ്ഫുള്ളായി. നമ്മൾ അമ്പയർമാർക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയുടെ BCCIയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് ഓൺലൈൻ എക്സാം ഉൾപ്പെടെ നമ്മൾ നടത്തി. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാമുകളുടെ ഒരു ഗുണവും ദോഷവുമുണ്ട്. ഇത് ഓൺലൈനായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് നേരിട്ടൊരു ഇൻട്രാക്ഷൻ ഒരുപക്ഷെ നടക്കുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഇത്തരം പ്രോഗ്രാമുകൾ, ഈ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കമ്മിറ്റ്മെൻറ്റും ഈ ഇൻസ്ട്രക്ടേഴ്സ് തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ കാണിക്കേണ്ട ഒരു കൃത്യതയുമാണ്. ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ്, നിങ്ങൾ സ്കൂളുകളിലൊക്കെ പോകുന്നുണ്ടാകും. സ്കൂളുകളിലും മിക്കവാറും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പം അവിടുത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ പോലെ തന്നെ ഇവിടെയും നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ്, നമ്മളിപ്പോൾ ഫിറ്റ്നസ്സും ബേസിക് ഫിറ്റ്നസ് കാര്യങ്ങളിലാണ് തുടങ്ങുന്നത്. സ്കിൽ സെറ്റ്സിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് ഫിറ്റ്നസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസിക് ഫിറ്റ്നസ് ലെവൽസ് ഒരു പ്രത്യേക ലെവലിലെങ്കിലും KCA എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെയർ മിനിമം ലെവലിലെങ്കിലും എത്തിക്കാൻ പാകത്തിനുള്ള ഒരു സിലബസാണ് പ്രിയപ്പെട്ട ടിനി യോഹന്നാൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അത് അക്കാഡമി ട്രെയിനീസിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ, നമ്മുടെ സ്കൂളുകളിലെ ക്ലാസ്സുകളിലെ, കോളേജുകളിലെ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് അതേ ഗൗരവത്തോടു കൂടി തന്നെ ഇതിലും കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് രാവിലെയോ വൈകുന്നേരമോ ഏതാ സമയമോ നിങ്ങളുടെ ഇൻസ്ട്രക്ടർമാർ പറയുന്നതനുസരിച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോഗ്രാം നന്നാവൂ. ഈ ഡിസ്ട്രിക്ട് പ്ലെയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് KCAക്ക് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകൾ വഴിയേ ചെയ്യാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം അവിടെ കൂടുകയാണ്. വളരെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഉള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്കുള്ള എന്ത് ഇഷ്യൂസും പരിഹരിക്കാനായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിൻ്റെ വിപുലമായ മെക്കാനിസം ശ്രീ ടിനു യോഹന്നാൻ്റെയും ശ്രീ എസ് രമേശിൻ്റെയും നേതൃത്വത്തിൽ വലിയ മെക്കാനിസം ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് ആമുഖമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ടെക്നിക്കൽ സെഷനിലേക്ക് പോകും. നിങ്ങൾ ഈ തന്നിട്ടുള്ള ഈ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ടെക്നിക്കൽ സെഷനിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുക. തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുക. ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇപ്പോൾ എല്ലാവരും ഫെമിലിയർ ആണെങ്കിലും ഇന്നലെ ഞാൻ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറേ നിർദ്ദേശങ്ങൾ കണ്ടു. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ച് വളരെ സജീവമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണം. ഇത് വിജയിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ്, നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ആരും ക്രിക്കറ്റ് കളിക്കുന്നില്ല. എല്ലാവരും ഏതാണ്ട് ഇപ്പോൾ 6-7 മാസത്തോളമായി ബാറ്റോ ബോളോ ഒക്കെ കൊണ്ട് തൊട്ടിട്ട്. അപ്പം അത് ആ സീരിയസ്നെസ് മനസ്സിലാക്കി എല്ലാവരും കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ചെയ്യുന്നു. Dilip, let's have our president's address, please. പ്രിയപ്പെട്ട KCA ജോയിന്റ് സെക്രട്ടറി രജിത് രാജേന്ദ്രൻ, ഡയറക്ടർ ഗെയിം ഡയറക്ടർ എസ് രമേശ്, ഡയറക്ടർ HPC ടിനു യോഹന്നാൻ, trainers Vaishak Krishnan and Dr. Steffi Stephen, district players. നമുക്ക് വളരെ അഭിമാനകരമായ ഒരു നാഴികക്കല്ലിലൂടെ, ഒരു മൈൽ സ്റ്റോണിലൂടെ നമ്മൾ പിന്നിടുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ KC ആണ് എനിക്ക് ഇന്ത്യയിൽ ആദ്യമായി ഇത്രയും വിപുലമായി ഒരു പ്രോഗ്രാം, ഓൺലൈൻ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. വളരെ സക്സസ്ഫുള്ളി എനിക്ക് സ്റ്റേറ്റ് ലെവൽ അത് കംപ്ലീറ്റ് ചെയ്തു. നമ്മളത് ഡിസ്ട്രിക്ട് ലെവലിൽ എത്തി നിൽക്കുകയാണ്. ഇതിന്റെ പുറകില് വളരെ എഫേർട്ട് എടുത്ത് ചെയ്ത രമേശ് ചേട്ടന്, ടിനു, രജിത്, ഇവൻ ദിലീപ് ഒരു അഭിമാനം അർഹിക്കുന്ന അവർക്കൊരു ബിഗ് സല്യൂട്ട്. എനിവേ, കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി നോ മിസ്. ഒരിക്കലും ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യില്ല. നമ്മുടെ ഗെയിമിൽ തന്നെ ഓപ്പർച്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗെയിമിൽ ചാൻസ് കിട്ടുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഈ ട്രെയിനിങ് സെഷൻ വളരെ എഫേർട്ട് ഇട്ട് KCA ചെയ്യുന്നു. ഇത്രയും പേരുടെ എഫേർട്ടിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ കണ്ട് അത് നിങ്ങൾ അതിനെ പിന്തുടരണം. അത് ഇവര് ട്രെയിനേഴ്സ് തരുന്ന ഡയറക്ഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് നിരന്തരം എന്ന വാക്കിന് നിങ്ങളുടെ ഗെയിമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പ്രാഗൽഭ്യം ഉള്ളവർ അല്ലെ ടാലന്റ് ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ ഒരു വലിയ പ്ലെയറായി മാറുകയില്ല. ഒരു ഡെഫിനറ്റ്ലി അതിനൊരു എഫേർട്ട് ഉണ്ടാകണം. നിരന്തരമായ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് ഉണ്ടാകൂ. അതിനുവേണ്ടിയാണ് ഇത്ര പ്രഗത്ഭരായ ട്രെയിനേഴ്സിനെ, ടിനു, വൈശാഖ്, സ്റ്റെഫിയെ പോലുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അന്നേരം ഈ തരുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്ത് വളരെ നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഇത് ചെയ്യണം. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇതോടുകൂടി ഞാൻ ഈ പ്രോഗ്രാം ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്ത് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. Come and take over the session now. Okay, sir. Thank you so much. Good morning to all. I welcome all of the students from every district into this session on behalf of KCA HPC Performance Center. എല്ലാരെയും ഞാനിവിടെ സ്വാഗതം ചെയ്യട്ടെ. വളരെ സന്തോഷകരമായ ഒരു അവസരമാണ്, നിമിഷമാണ്. നിങ്ങൾ എല്ലാവരും under 19. Tinu, 1 minute. Maybe your fan has to be switched off. കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. Okay. Hope it's better, sir. Thank you. Okay. So സന്തോഷകരമായ നിമിഷമാണ്. ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ under 19 കുട്ടികളും ഒരുമിച്ച് not a small thing. I think thank you all for student operation
and coming in. ഒരു കാര്യം പറയാനുള്ളത്, അപ്പം നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. ഫസ്റ്റ് തിങ് ഇസ് ടു കണക്ട് വിത്ത് യു ഓൾ പ്ലെയേഴ്സ്. ഓക്കെ, ടു സ്റ്റേ കണക്റ്റഡ് വിത്ത് യു ഓൾ. ഞങ്ങള് ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് അധികം നമുക്ക് പ്രാക്ടീസിനുള്ള സൗകര്യവും പുറത്ത് ഇറങ്ങാനായിട്ടുള്ള പരിമിതികളെല്ലാം ഉള്ളപ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കണക്റ്റഡ്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. എങ്ങനെ ഈ കോവിഡ് കാലഘട്ടം നമ്മൾ കളിച്ച് തുടങ്ങുമ്പോൾ എങ്ങനെ നമുക്ക് റെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് സീസണെ സമീപിക്കാൻ കഴിയും എന്നുള്ള ഒരു ആശയമാണ് നിങ്ങൾക്ക് ഞങ്ങള് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സ്മോൾ ഇൻപുട്സ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു പ്രിപ്പയർ ബെറ്റർ ഫോർ ദ സീസൺ. ഓക്കെ, ഓൾറെഡി നിങ്ങൾ നിങ്ങളുടേതായ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാവും. ആസ് you know, professional cricketers, you're all representing Kerala. Many of you have already represented Kerala represent ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാവും, മെന്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് ടെക്നിക്കലി. Okay, that's very good. We appreciate all your efforts that you're doing. But what we like to share is more physical and mental side. Basically, your physical fitness and your mental, which will help you to improve your preparation again. Okay, so that's the base about this sessions. So, your skill varamayitte, technically, you must be doing your work. Already started doing your work. Okay, please continue doing that work with the help of coaches, the local coaches in the help. Practically work ചെയ്യണം. Okay, someone has sent that my video is not clear. Just a minute. Clear? Dilip clear ആണോ? അല്ലല്ല, ക്ലിയർ അല്ല. അല്ലേ, എനിക്ക് ബാൻഡ് വിഡ്ത്ത് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കാമോ? Can you hear me? കേൾക്കാം. Okay. So let's continue. So നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്കിൽ ആസ്പെക്ടിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. So please continue doing that work, that good work that you've been doing. Okay, with your help of your local coaches. But today നിങ്ങളുടെ അടുത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഫിസിക്കൽ ഫിറ്റ്നസും മെന്റൽ ഹെൽത്തിനെ പറ്റിയാണ്. മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ് അറ്റ് ദിസ് ടൈം, എസ്പെഷ്യലി ബിക്കോസ് നമ്മളൊരു ശീലമില്ലാത്തൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ലൈഫ് ടൈമിൽ തന്നെ കടന്നു പോയിട്ട് ഇറ്റ്സ് എ ന്യൂ തിങ്. ഓക്കെ, ആൻഡ് വി ഡോണ്ട് നോ വെൻ വി ക്യാൻ സ്റ്റാർട്ട് പ്ലേയിങ്. സോ മെന്റലിയും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആൻഡ് ഹാവ് എ ഹെൽത്തി മൈൻഡ്. വെൻ വി കം ഔട്ട് ഓഫ് ദിസ് വി ഹാവ് ടു ഹാവ് എ ഹെൽത്തി മൈൻഡ്. സോ അതുകൊണ്ട് മെന്റൽ ഹെൽത്തിനും ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനായിട്ട് ഒരു ക്ലാസ്സും നമുക്ക് കേൾക്കാം അവസാനം. ഓക്കെ, സോ ഫിറ്റ്നസിനെ പറ്റി ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നത് മിസ്റ്റർ വൈശാഖ് കൃഷ്ണയാണ്. കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള KCA SNC സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന വൈശാഖ് കൃഷ്ണയാണ്. അതിനപ്പുറം മെന്റൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് എടുക്കുന്നത് ഡോക്ടർ സ്റ്റെഫി സ്റ്റീഫൻ ആണ്. നമ്മുടെ അക്കാഡമികളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് എടുക്കുന്ന മാഡമാണ് സ്റ്റെഫി സ്റ്റീഫൻ. ആ മാഡം നിങ്ങൾക്ക് മെന്റൽ ഫിറ്റ്നസിനെ പറ്റി ക്ലാസ് എടുക്കും. ഓക്കെ, സോ ആഫ്റ്റർ ദീസ് ക്ലാസ്സസ് ഫിറ്റ്നസ് ആസ്പെക്ടിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു എക്സർസൈസ് പ്രോഗ്രാം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും.
അത് നോക്കിയിട്ട് എക്സസൈസിന്റെ വീഡിയോസും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ് എക്സർസൈസസ്. Once you do that exercises, start doing, send us videos so that we can, any correction ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. So that will be a follow between us. Alright, so that is the basic idea. നിങ്ങൾ ആരെങ്കിലും ട്രെയിനിങ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് തുടങ്ങാനുള്ള സമയമായി. ഫിസിക്കലി മെന്റലിയും ഫിറ്റ് ആവാനായിട്ട് നമ്മൾ ഈ ഒരു സമയം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഐ ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സേയിങ് ദിസ് ദാറ്റ് ദിസ് ഇസ് എ ഓപ്പർച്യൂണിറ്റി ഫോർ ഈച്ച് വൺ ഓഫ് യു. എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വാട്ട് ഇസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ടു സ്റ്റാർട്ട് ഫ്രഷ് അഗെയിൻ. ഇനി നമ്മൾ തുടങ്ങുന്ന സീസൺ തുടങ്ങാൻ പോകുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് ന്യൂ, റിഫ്രഷ്ഡ് ആയിട്ട് ഒരു പുതുക്കത്തോടെ നമ്മൾ സീസണിൽ തുടങ്ങേണ്ട ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ് ഇത്. ഓക്കെ, വി ഹാവ് ലോട്ട് ഓഫ് ടൈം വിത്ത് അസ്. ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ട്. സോ വി ഹാവ് ടു യൂസ് ദിസ് ടൈം എഫക്റ്റീവ്ലി ടു പ്രിപ്പയർ കറക്റ്റ്ലി ഫോർ ദ സീസൺ. ഓക്കെ, വി ക്യാൻ കം ഇൻ ആൻഡ് സ്റ്റാർട്ട് പ്ലേയിങ് ആസ് എ ഡിഫറെന്റ് പ്ലെയർ. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനോടെ നമുക്ക് കളി തുടങ്ങുമ്പോൾ നമുക്ക് കളിക്കാൻ കഴിയും. ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദിസ് ടൈം എഫക്റ്റീവ്ലി. ഇറ്റ്സ് ഹൗ എഫക്റ്റീവ്ലി യു യൂസ് ദിസ് ടൈം will be the most important factor how good you are going to be when you start the season. So please, boys and girls, take this time very positively, and use this time to get better and be transformed as a cricketer. Transform not only physically, not only technically, but also in your mind, okay, in your attitudes. So it's very important. So all the best players, all the best for your preparation and again for the coming season. Now I invite our respected coach, under 19 Kerala team coach, Mr. Sunil Oasis, to brief you how about his thoughts about how we can go ahead in this coming under 19 season. Sunil, invite you, please. Sunil, switch on the video. Sunil, switch on your video. We want to see your handsome face. Sunil? Welcome, Sunil. Yeah. സുനിലിന്റെ ഓഡിയോ ഓഫ് ആണോ? സുനിലിന്റെ ഓഡിയോ ഓഫ് ആണെന്ന് തോന്നുന്നു. അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഹലോ ക്ലിയർ ആണോ? അതെ Okay, good morning all. Okay, it's good to see you all, the under 19 boys in one this thing. It's a wonderful effort by KCA to communicate with the players regarding how we are going to go about after this COVID incident. നമ്മളെ ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ല ഈ ഒരു ബ്രേക്ക് വന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത്. ഇതിൽ ഇന്നിപ്പം ടിനു മെൻഷൻ ചെയ്തു എന്താണ് ഇന്നത്തെ ക്ലാസ്, എന്തൊക്കെയാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്, ആരാണ്, എന്തിനെ പറ്റിയൊക്കെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ബ്രീഫ് ചെയ്തു. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ പറയാം. അതിൽ ആദ്യത്തെ വൈശാഖ് കൃഷ്ണ എന്ന് പറയുന്ന പയ്യനെ എനിക്ക് പേഴ്സണലായിട്ട് നല്ലോണം അറിയാം. യങ് ചാപ്പ് വിത്ത് ലോട്ട് ഓഫ് പാഷൻ. അവൻ ചെയ്യുന്ന ജോലിയിൽ അത്രയും പാഷനേറ്റ് ആണ് അവൻ.
ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന ഐഡിയൽ പേഴ്സൺ ആണ് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യം, ഈ മോഡേൺ ക്രിക്കറ്റില് ഇപ്പം നമ്മള് മോർ ഓഫ് ഫിറ്റ്നസ് ഓറിയന്റഡ് ആണ് ഗെയിം. ഒരു 15 years ബാക്കോ 10 years ബാക്കോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിം അത്ര ഫിറ്റ്നസ് ഓറിയന്റഡ് അല്ലായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ഈ T20 ക്രിക്കറ്റ് വന്നു, കൂടാതെ നമ്പർ ഓഫ് ഗെയിംസ് കൂടി. ഒരേ സീസണിൽ തന്നെ നമ്മൾ ടൂർ ചെയ്യുമ്പോൾ 1 days കളിക്കണം, 4 days കളിക്കണം, ട്രാവൽ ചെയ്യണം, ഡിഫറെന്റ് പ്ലേസസ്, ഡിഫറെന്റ് കണ്ടീഷൻസ്. ഫിറ്റ്നസ് പാർട്ട് ഇറ്റ്സ് എ മസ്റ്റ്. അതിൽ ഏതെങ്കിലും പ്ലെയർ എവിടെയെങ്കിലും റിലാക്സ് ചെയ്യാൻ പോയാൽ ആ പ്ലെയറിനാണ് ഏറ്റവും വലിയ നഷ്ടം. ആ ഒരു ഇത്രയും മെനക്കെട്ട് വെറുതെ നമ്മൾ ബാറ്റ് ചെയ്യുക ബോൾ ചെയ്യുക എന്നുള്ള ആ ഒരു സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റിന് മാറി ഈ സമയത്ത് നമ്മൾ ഫിറ്റ്നസ് ഓറിയന്റഡ് ആയി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമുക്ക് വൈശാഖ് ക്ലാസ് എടുക്കുന്നു. അതിൽ എല്ലാവരും അതിന് നല്ല രീതിയിൽ കാണുക. അതിൽ എന്തൊക്കെയാണ് വൈശാഖ് പറയുന്നത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. രണ്ടാമതായി നമുക്ക് ഡോക്ടർ സ്റ്റെഫി സ്റ്റീഫൻ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതും ഈ ഒരു റീസെന്റ് ടൈമില് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ക്രിക്കറ്റേഴ്സ് ഈ സ്ട്രെസ് വരുന്നു, ഡിപ്രഷൻ വരുന്നു, കളി നിർത്തും. നമ്മൾ പല ഇംഗ്ലണ്ട് ക്രിക്കറ്റേഴ്സ് ഒക്കെ നമ്മൾ കുറെ വരെ കാണാം. അത് സ്ലോലി അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്രിക്കറ്റേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. അപ്പൊ അത് എന്താണ് നിങ്ങൾ അതിന്റെ ഒന്ന് സ്റ്റഡി ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഗെയിമിൽ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ഒരിക്കലും കാര്യമില്ല. ഈ ഒരു ഗെയിമിന്റെ ബ്യൂട്ടി എന്താ വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഈ അപ്സ് ആൻഡ് ഡൗൺസിൽ നമ്മൾ ഈ അപ്പായും കൊണ്ടിരിക്കും, നന്നായി പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല. നിങ്ങൾ എപ്പോഴും ഡൗൺ ആയി വരുന്ന സമയത്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ ഡൗൺ ആവുന്ന സമയത്ത് എത്ര ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ട്. ഒരു സീസണിന്റെ മിഡിൽ ഓഫ് ദ സീസൺ ആയിരിക്കും നിങ്ങൾ ഡൗൺ ആവുന്നതെങ്കിലും, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ആണെങ്കിൽ റൺസ് വരുന്നില്ല, ബോളർ ആണെങ്കിൽ വിക്കറ്റ്സ് കിട്ടുന്നില്ല. നമുക്കിനി 3-4 മാച്ചോ ബാക്കിയുള്ളൂ. ഇനി ഞാൻ അടുത്ത മാച്ച് ഡ്രോപ്പ് ആവുമോ? അപ്പൊ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഞാൻ കംബാക്ക് നടത്തും? നമ്മൾ ഈ ആവശ്യമില്ലാത്ത തോട്ട്സ്, കൺഫ്യൂഷൻസ് മനസ്സ് കൊണ്ടുവരും. പെട്ടെന്ന് ഒരാൾ ഇഞ്ചേർഡ് ആവുന്നു, അപ്പൊ ആ പ്ലെയറിനെ തിരിച്ചും കളിക്കാൻ പറയുമ്പോൾ നിങ്ങളെ മെന്റൽ സ്ട്രെങ്ത് ആ ലെവലിലേക്ക് ഉണ്ടാവില്ല. എഗെയിൻ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ നിങ്ങളുടെ മൈൻഡ് സ്റ്റഡി ആയി വെക്കും, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ എത്ര കാം ആൻഡ് ക്വയറ്റ് ആവാം, എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് നന്നാക്കാൻ പറ്റുക, അതിനെ പറ്റിയൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡോക്ടർ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ററാക്ഷൻ സെഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഡൗട്ട്സ് മനസ്സിന്റെ ഉള്ളിൽ വെക്കാതെ നിങ്ങൾ ചോദിക്കണം. കാരണം പലർക്കും പേടിയുണ്ടാവും, ഈ ചോദ്യം ഞാൻ ചോദിച്ചാൽ അത് തെറ്റായി പോവോ. ഇതൊക്കെ എനിക്കും എൻ്റെ ഒരു സ്റ്റേജിലൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചിലവർക്ക് അങ്ങനെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ മനസ്സിൽ ഉള്ളിൽ വന്നിട്ട് വായന്റെ ഇവിടം വരെ നമുക്ക് വരും ചോദ്യം. പക്ഷെ നമ്മൾ ഇനി ഞാൻ ചോദിച്ചാൽ അത് തെറ്റുമോ എന്നുള്ളതിൽ നമ്മളത് ചോദിക്കാണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വേണ്ട, ആ ചോദ്യമായിരിക്കും ഒരു 15 പേർക്ക് ഉപകാരമാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ ചോദ്യം ചോദിക്കണം. അത് തെറ്റോ ശരിയോ, ആൻസർ കിട്ടുമോ ഇല്ലേ, എന്ത് വേണേ അതിന്റെയൊക്കെ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ KCA ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും ഞങ്ങളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലാതെ ഞാനിപ്പോൾ ലാസ്റ്റ് 2 years ഞാൻ അണ്ടർ-19 കോച്ച് ആയപ്പം എന്റെ എക്സ്പീരിയൻസും അതിലുണ്ടായ അപ്സ് ആൻഡ് ഡൗൺസും അതിലുണ്ടാവുന്ന പ്ലെയേഴ്സിന്റെ പെർഫോമൻസ് ലെവലൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഗെയിം ഈസ് ജസ്റ്റ് നോട്ട് ടാലന്റ്. ക്രിക്കറ്റിന്റെ ഒരു ഭംഗി എന്താ വെച്ചാൽ ടാലന്റ് മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഗെയിം അനലൈസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗെയിം ഓരോ ദിവസങ്ങളിലും ഓരോ സെഷനിലും പല സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ മുന്നിൽ ഉണ്ടാവുക. അതേപോലെ ഓപ്പോണൻസും നിങ്ങളെ പറ്റി തിങ്ക് ചെയ്യും, നിങ്ങളെ ബാറ്റിംഗ് സ്റ്റൈലിൽ തിങ്ക് ചെയ്യും. ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഓപ്പോണന്റും തിങ്ക് ചെയ്യും. പക്ഷെ നമ്മൾ അതിനെ മറികടന്ന് തിങ്ക് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടോ, then you are a successful cricketer. അതിൽ നിങ്ങൾക്ക് ടാലന്റ് 30% ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ നിങ്ങൾക്ക് ഗെയിം നോളജും ഗെയിം സെൻസും ഗെയിം ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ സ്ലോലി ഡെവലപ്പ് ചെയ്യണം. അത് ഇനിയും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ അടുത്ത സ്റ്റേജിലേക്ക് പോകാനും നമ്മളെ ടീം ഫസ്റ്റ് ഇയർ നമ്മൾ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. പക്ഷെ നെക്സ്റ്റ് ഇയർ നമ്മൾ 5-6 മാച്ചസ് തോറ്റു. പക്ഷെ സ്റ്റിൽ നമ്മൾ തിരിച്ചു വന്നൊരു കളി ജയിച്ചു. ദാറ്റ് മീൻസ് നമ്മളെ കയ്യിൽ, ടീമിന്റെ കയ്യിലും ടീമിന്റെ ക്രിക്കറ്റേഴ്സിന്റെ കയ്യിലും എന്തോ ഒരു സംഭവം കയ്യിലുണ്ട് നമ്മളടുത്ത്. പക്ഷെ
അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഗെയിം റീഡ് ചെയ്യേണ്ടത്, ഏത് സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്ത് കളിക്കണം, ഏത് സമയത്ത് നമ്മൾ വിക്കറ്റ് ഹോൾഡ് ചെയ്ത് കളിക്കണം, ഇങ്ങനത്തത് നമ്മൾ പഠിക്കാൻ കുറച്ചും കൂടി വില്ലിങ്നെസ് കാണിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടുകൂടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അണ്ടർ-19 ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്പോർട്ട് പ്രൊഫഷണൽ ആക്കി എടുത്ത കുട്ടികളാണെന്ന് എനിക്കറിയാം. കാരണം അതിലാരും അങ്ങനെ റിലാക്സ് ചെയ്യുന്ന ആൾക്കാരെയൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല. എല്ലാവരും ഇപ്പോഴത്തെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പാഷനേറ്റ് ആണ് ഗെയിമിനോട്. കൂടാതെ ഫിറ്റ്നസ്സിൽ കുറെ ഓറിയന്റഡ് ആയിട്ട് ഫിറ്റ്നസ് ഫ്രീക്ക് ഉള്ള ആൾക്കാരുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അണ്ടർ-19 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളാണ് അടുത്ത രഞ്ജി ട്രോഫി ക്രിക്കറ്റേഴ്സ്. ഈ അണ്ടർ-19 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇന്റർ സ്റ്റേറ്റ് മാച്ചസ് കളിക്കുമ്പോൾ നിങ്ങൾ നല്ല ലെവലിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് ബ്രൈറ്റ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടു ഓൾ. ഹാവ് എ വണ്ടർഫുൾ സെഷൻ. നമുക്ക് ഇനിയും കാണാം. ഇനിയിപ്പോ ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ, കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി ഇനിയിപ്പോ നമുക്ക് ആർക്കും ക്ലാരിറ്റി ഇല്ല എപ്പോ നിൽക്കും, എപ്പോ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ ഇനി ഒരു സ്റ്റേജ് മുമ്പോട്ട് പോകുമ്പോൾ ഈ കോവിഡ് വെച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കേണ്ടി വരും. ഓക്കെ, ആ സമയത്ത് നമ്മൾ എനിക്ക് വരുമോ എനിക്ക് വരില്ലേ ഉള്ള അതൊന്നും വരില്ല. വരാനുള്ളത് എന്തായാലും നമുക്ക് വരും. ആ ഒരു പോസിറ്റീവ് തിങ്കിങ് വേണം നമുക്ക്. അതിനുള്ള ഇതൊരു അങ്ങനെ ഭയങ്കര വലിയൊരു ഡിസീസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം കുറെ അതിന്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. സോ ബി പോസിറ്റീവ്. നമ്മൾ ഈ നെക്സ്റ്റ് സീസണിൽ കോൺഫിഡന്റ് ആയിട്ട് കളിക്കുക. നല്ലൊരു ബാച്ച് ഓഫ് പീപ്പിൾ ഉണ്ട്. അതേ ഓൾമോസ്റ്റ് കഴിഞ്ഞ കൊല്ലം കളിച്ച ബോയ്സ് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ കാണുന്നുണ്ട്, പല പേരും എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ ജെൽ ആസ് എ ടീം, പ്ലേ ആസ് എ യൂണിറ്റ്, വി ക്യാൻ ഡു മേക്ക് വണ്ടേഴ്സ്. താങ്ക് യു ടിനു, താങ്ക് യു രമേശ് ഭായ്. Thank you, Sunil. Thank you. Yeah. Vaishak, if you can take over, Vaishak. I invite Vaishak Chandran, Vaishak Krishna, our SNC coach, to take over from here. On to you, Vaishak. So, good morning all. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ആണ് എൻ്റെ ഒരു ടോപ്പിക്. അപ്പം വൈശാഖ് കൃഷ്ണ ഫ്രം കാലിക്കറ്റ്, ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പം സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം one minute Vaishak. Sunil bhai, audio off is already. Sorry sir. Okay, go ahead Vaishak. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് വർക്ക് ചെയ്യാണ് KCL. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇപ്പൊ കേരള റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരള റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അണ്ടർ-19 ബാച്ചിന് ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു KC ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുള്ള ഒരു ടൈമാണിത്. ഈ സീസണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പം ആ ഒരു ടൈമിൽ KC നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ-19 എല്ലാവരും ക്രിക്കറ്റ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം കാര്യങ്ങളൊക്കെ പ്രൊഫഷണലി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഏജാണിത്. സോ നമുക്ക് ഇവിടെ നിങ്ങളുടെ കരിയറിലേക്കാണെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ അതിൻ്റെ സീരിയസ്ലി എടുക്കുക. സോ നമുക്കറിയാം ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മളാരും ലൈഫിൽ ഫേസ് ചെയ്തിട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം കുറെ നെഗറ്റീവ്സ് ഉണ്ട് നമുക്കറിയാം അതിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഇതിൽ നമുക്ക് പോസിറ്റീവ്സ് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം. കാരണം നിങ്ങൾ ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ അണ്ടർ-19 നമുക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്. ഒരു ജൂണിൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് മാർച്ച് വരെ ലോങ് സീസൺ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടോ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടാറ് കുറവാണ്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ
ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ഈ ടൈം ഓൾമോസ്റ്റ് മാർച്ച് എൻഡ് തൊട്ട് നമ്മൾ 5-6 months ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, മാച്ചസ് ഇല്ല. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്യൂച്ചർ സെൽഫിലേക്ക്. സോ അത് ആ ഒരു വ്യൂവിൽ നിങ്ങൾ ഈ ഒരു ടൈമിനെ കാണണം എന്നാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പം ഇപ്പം നിങ്ങളുടെ ഫിറ്റ്നസ് പെർസ്പെക്റ്റീവിലാണെങ്കിലോ അല്ലെങ്കിൽ സ്കിൽ വൈസ് ആണെങ്കിലോ നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ബേസിക്സിലാണെങ്കിലും നിങ്ങളുടെ വേറൊരു ലെവലിലേക്ക് നിങ്ങളുടെ ഗെയിം ആണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ്. സോ ഇത് ഈ ഒരു ടൈം ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണം. സോ ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പം നിങ്ങൾക്ക് ഒരു സീസൺ നമുക്കറിയാം, പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് മാച്ചസ് ഷെഡ്യൂൾ വരും, മാച്ചസ് സ്റ്റാർട്ട് ചെയ്യും, ക്യാമ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിനു മുമ്പേ നിങ്ങളെ പ്രിപ്പയർ ആക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷനെ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്. സോ എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലോ. കാരണം ഒരു ലോങ് ബ്രേക്ക്, ഇത്രത്തോളം ബ്രേക്ക് നിങ്ങളുടെ കരിയറിലോ ഓൾമോസ്റ്റ് ആരുടെ കരിയറിലോ ഒരു ഇൻജോയ് അല്ലാതെ ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവില്ല. സോ നമ്മൾ കെയർഫുൾ ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വരുന്ന സീസണിലേക്ക്. കാരണം ഈ ലോങ് ബ്രേക്ക് ഒരു ഇഞ്ചുറിയിലേക്കാണെങ്കിലും നമ്മുടെ കരിയറിൽ ഇഞ്ചുറീസ് വരാനൊക്കെ നമ്മൾ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇഞ്ചുറീസിലേക്കൊക്കെ പോവാൻ കാരണമാവാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ്, എനിക്ക് തോന്നുന്നില്ല under-19 കാറ്റഗറി നിങ്ങൾക്കൊക്കെ ആസ് എ ക്രിക്കറ്റേഴ്സ് ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് അറിയാം എന്നുള്ളത് എനിക്കറിയാം. സോ എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളൂ. കാരണം ഈ ഒരു ബ്രേക്ക് നമുക്കറിയാം, ഇപ്പം ലോങ് ബ്രേക്ക് 5-6 months ബ്രേക്ക് എന്തായാലും നിങ്ങളുടെ ഫിറ്റ്നസ്, ഏതൊരു ക്രിക്കറ്റർ ആണെങ്കിലും ഏതൊരു അത്ലീറ്റ് ആണെങ്കിലും ഏതൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും അവരുടെ ഫിറ്റ്നസ് ലെവലിൽ എന്തായാലും ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അത് എല്ലാവർക്കും ഏത് ഇൻഡിവിജ്വൽ ആണെങ്കിലും എനി സ്പോർട്ട് ഏത് അത്ലീറ്റ് ആണെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടാവും. സോ അവിടെ നിന്ന് നമുക്ക് സീസണിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ തിരിച്ച് നിങ്ങൾ പണ്ട് എന്തായിരുന്നോ അവിടേക്ക് അല്ലെങ്കിൽ ബിക്കം ബെറ്റർ എന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനെവർ മാച്ച് റെസ്യൂം നമുക്കറിയാം ഫിറ്റ്നസ് ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, മാച്ച് ഫിറ്റ്നസിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വി സ്റ്റേ ഫിറ്റ് ഫോർ ദ ഡേ വി ക്യാൻ റെസ്യൂം ക്രിക്കറ്റ് ഓൺ ദ ഫീൽഡ്. അപ്പം ക്രിക്കറ്റ് തിരിച്ച് നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് ഓൾമോസ്റ്റ് മാച്ച് റെഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ അയ്യോ ഞാൻ റെഡി അല്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസിനെ ആണെങ്കിലും നിങ്ങളുടെ സെലക്ഷൻ ആണെങ്കിലും ഒക്കെ ബാധിക്കും. സോ എല്ലാവരും അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. സോ നമ്മൾ ആ ഒരു ഡേക്ക് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡേയിലേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ എനിക്ക് എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ വെൻ യു കം ബാക്ക്, ഒരു ഇഞ്ചുറി ആണെങ്കിലോ ഇപ്പൊ ഈ ഒരു ബ്രേക്കിന് ശേഷമാണെങ്കിലോ നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ലോങ് ബ്രേക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. വെൻ യു കം ബാക്ക് ഇറ്റ് ഹാസ് ടു ബി വർത്ത് ഇറ്റ്. അത് വർത്ത് ആക്കാൻ നമുക്ക് പറ്റണം. കാരണം ഇത്രയൊരു ബ്രേക്ക് കിട്ടുന്നത് നിങ്ങളുടെ കരിയറിലെ ഫ്യൂച്ചറിലേക്ക് അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റണം. കാരണം ഈ ഒരു 5-6 months നിങ്ങൾ പ്രോപ്പറായിട്ട് വൈസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 1-2 years ഹയർഡ് ആവും. ഫിറ്റ്നസ് ലെവലാണെങ്കിൽ സ്കിൽ വൈസിലാണെങ്കിൽ ആസ് എ ക്രിക്കറ്റർ ആസ് എ ഹ്യൂമൻ ബീയിങ് നിങ്ങൾക്ക് 1-2 വർഷം നിങ്ങൾക്ക് മുകളിൽ പോകാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണും. സോ യൂസ് ദിസ് ടൈം വൈസ്ലി, prepare well, and I think great things will happen. നിങ്ങൾ ഈ സമയം നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇഫ് യു ബിക്കം നമുക്കറിയാം ക്രിക്കറ്റേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അത്ലീറ്റ്സ് ആണെങ്കിലോ കൂടുതൽ ഫിറ്ററായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ടൈമിനെ വെച്ച് നോക്കി നിങ്ങൾ ഫിറ്ററായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൽ ലെവൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ കുറെ ലോട്ട് ഓഫ് തിങ്സ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കരിയറിലാണെങ്കിലോ മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ പെർഫോമൻസിലാണെങ്കിലോ സ്കിൽ ലെവലിലാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ ട്രസ്റ്റ് മീ, ഇഫ് യു ഗോ one step ahead in your fitness, there are many magical moments in your career. അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, ഇപ്പം ഈ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഇപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റ് റെസ്യൂം ചെയ്തു, IPL 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഒരുപാട് ക്രിക്കറ്റേഴ്സിനെ നോക്കുമ്പോൾ
അവരുടെ മാർച്ചിൽ ലാസ്റ്റ് മാച്ച് കളിച്ച ആൾക്കാരായിട്ടല്ല തിരിച്ച് ഇപ്പം സീസൺ ഈ IPL ആണെങ്കിലോ അല്ല ഇന്റർനാഷണൽ അപ്രോച്ച് ചെയ്യുന്നു. ഇപ്പം ഒരു ഹലോ വൈശാഖി അതെ സൗണ്ട് ഇല്ലല്ലോ. വൈശാഖി മ്യൂട്ടായി ഇരിക്കുക. കേൾക്കുന്നില്ല, ഓഡിയോ വരുന്നില്ല വൈശാഖ്. വരുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. സോ സോറി ബോയ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർ ദാൻ എനിത്തിങ് ഔട്ട് ഓഫ് ദിസ് ഫാക്ടേഴ്സ് എല്ലാവരും ഹയർ ലെവലിൽ ക്രിക്കറ്റ് കളിക്കണം, അല്ലെങ്കിൽ കേരള റെപ്രസെന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്ന ആൾക്കാരാണ്. സോ ആ ഒരു ലെവലിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം ഹയർ ലെവലിൽ. അപ്പം ഹയർ ലെവലിൽ കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ കൺസിസ്റ്റന്റ്ലി മാച്ചസ് കളിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. സോ അവിടെയാണ് ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരു ലോങ് സീസൺ കണ്ടിന്യൂസ് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് ആവശ്യമാണ്. സോ ഇഞ്ചുറി ഇല്ലാതെ കളിക്കണമെങ്കിൽ. അപ്പം ഈ ഒരു അണ്ടർ-19 കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിലോട്ട് കളിക്കുമ്പോൾ ഒരുപാട് മാച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കണം, അതിന്റെ പ്ലസ് ട്രാവലിംഗ്, ട്രെയിനിങ് എല്ലാം. അപ്പം അവിടെയാണ് നിങ്ങൾ ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. അപ്പം എല്ലാവരും സീരിയസ് ആയിട്ട് ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ ട്രെയിൻ ചെയ്യാം. അപ്പൊ അതെങ്ങനെ പ്രൊഫഷണലി ട്രെയിൻ ചെയ്യണം, ആസ് എ ക്രിക്കറ്റർ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വരും സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കറന്റ് സ്റ്റേജ് ഇപ്പം എല്ലാ ഇൻഡിവിജ്വൽ അനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ചില പ്ലേയേഴ്സ് ഓൾറെഡി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉണ്ടാവും. അപ്പം നമ്മൾ ഓൾറെഡി ഒരു 1 month പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബേസിക് ആയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുക, അല്ല ബേസിക് റണ്ണിങ്ങിലൂടെ ആ ഒരു കണ്ടീഷൻ ലെവൽ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മുടെ അപ്രോച്ചിൽ. കാരണം ചിലവർക്ക് ജിം ആക്സസ് ചെയ്യാൻ പറ്റിയിരിക്കാം, ചിലവർക്ക് ഗ്രൗണ്ട് അവൈലബിൾ ആയിരിക്കാം, പക്ഷേ ചിലവർക്ക് ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. സോ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് അവൈലബിൾ ആണെങ്കിൽ വെയിറ്റ് വെച്ച് വർക്കൗട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ബോഡി വെയിറ്റിൽ വർക്കൗട്ട് ചെയ്യാനും എന്ന രീതിയിൽ തന്നെയാണ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളൊരു അടുത്തൊരു സീസൺ മുന്നിൽ കണ്ടിട്ട്
ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം ആ ഒരു ഗോൾ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം നമുക്കറിയാം ഈ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷം ഫിറ്റ്നസ്സിൽ ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കില്ലാണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും. സോ നമുക്ക് നിങ്ങളുടെ ബാലൻസിലാണെങ്കിലും സ്ട്രെങ്ത്തിലാണെങ്കിലും ഓൾ കോമ്പോണൻസ് ഓഫ് ഫിറ്റ്നസ് ആൻഡ് പ്ലസ് മെന്റൽ കണ്ടീഷനിങ് ആവശ്യമാണ്. സോ അതിൽ ആരും ഒരു മടിയും കാണിക്കേണ്ടതില്ല. നമ്മൾ എത്ര വലിയ പ്ലെയർ ആണെങ്കിൽ പോലും ഒരു ഇത്രയും ലോങ് ബ്രേക്കിന് ശേഷം തിരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നിന്ന് തുടങ്ങേണ്ടത് ആവശ്യമാണ്. അപ്പം അത് നിങ്ങളുടെ ആസ് എ ക്രിക്കറ്റർ ആണെങ്കിലും നിങ്ങളുടെ ഫിറ്റ്നസ് ആണെങ്കിലും ഒക്കെ അത് നിങ്ങൾക്ക് നല്ലതേ ചെയ്യും. അപ്പൊ അതാദ്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുക. സോ ഞാൻ പറയാലോ, പേഷ്യൻസ് ആവശ്യമാണ് ഈ സമയത്ത്. ആസ് എ ക്രിക്കറ്റേഴ്സ് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എടുത്തുകാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഇഞ്ചുറിക്ക് ചാൻസ് വരാനുള്ള ഒരു പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് ഈ സമയത്ത്. സോ നമുക്ക് സമയമുണ്ട്. അപ്പം പറയുന്ന രീതിയിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ഇൻ ടു ദ ഗ്രൂവ് വൺസ് അഗൈൻ. അപ്പം ബോൾ റീഗെയിൻ ദാറ്റ് ബോൾ സെൻസ് റീഗെയിൻ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീറ്റ് മിഡിലിൽ ഫീറ്റ് മൂവ് ചെയ്യുന്നത് തിരിച്ച് ആ ഒരു സെൻസ് റീഗെയിൻ ചെയ്യാനാണെങ്കിലോ എല്ലാം സമയം ആവശ്യമാണ്. സോ ഹാവ് പേഷ്യൻസ് കാണിക്കാം. സോ ക്രിക്കറ്റേഴ്സ് മാത്രമല്ല, ഏതൊരു ഏതൊരു സ്പോർട്ടാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സമയം ആവശ്യമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫിറ്റ്നസ് കറന്റ്ലി ഉള്ള ഫിറ്റ്നസ്സിലേക്ക് ഒരു ഡിപ്പായി പോവാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇഫ് നോട്ട് ബിക്കം ബെറ്റർ എന്നുള്ള ഒരു ആംഗിളിൽ തന്നെ നിങ്ങൾ ഈ ഒരു സമയം നോക്കി കാണണം. കാരണം നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ക്രിക്കറ്റർ ആയിട്ട് തിരിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ഒരു ഗോൾ. സോ ട്രെയിനിങ് നമ്മൾ പറയാം, ട്രെയിനിങ് ഡിഫറെന്റ് ഫ്രോം എവറി ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആണ് ട്രെയിനിങ്. അപ്പം എവറി ഇൻഡിവിജ്വൽ ഈവൻ ഫാസ്റ്റ് ബോളേഴ്സിനാണെങ്കിലോ ബാറ്റ്സ്മാൻ ആണെങ്കിലോ വിക്കറ്റ് കീപ്പേഴ്സിനാണെങ്കിലോ നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ എവറി ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിരിക്കും. സോ ഇപ്പം നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സീസണിന് ശേഷം നമ്മൾ ഒരുപാട് ബ്രേക്കിന് ശേഷം തുടങ്ങുമ്പോൾ നിങ്ങളുടെ വർക്ക് ലോഡ് എപ്പോഴും ശ്രദ്ധിക്കണം. വർക്ക് ലോഡിൽ ഒരു സഡൻ സ്പൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇഞ്ചുറിയിലേക്ക് പോകും. അപ്പം ഗ്രാജുവലി മാത്രം നിങ്ങളുടെ വർക്ക് ലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ടച്ചപ്പ് ചെയ്ത കാര്യമാണ് ഫൗണ്ടേഷൻ. അപ്പം ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ബേസിക് സ്റ്റേസ് ദ സെയിം. നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ സ്റ്റേറ്റ്സ് സെയിം. നമുക്കറിയാം നമ്മുടെ അനാട്ടമി എവറി വൺ എല്ലാവരും സെയിം ആണ്. ഫിസിയോളജി. സോ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ആൻഡ് ഹൈലി എൻകറേജ് എവറി വൺ ടു മേക്ക് ഷുവർ ദാറ്റ് വെരി സ്ട്രോങ് ഇൻ ദെയർ ബേസിക്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ബേസിക്സിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള വളരെ നല്ലൊരു സമയമാണത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ബേസിക്സ് ഫൗണ്ടേഷൻ നിങ്ങളെ സെറ്റ് ചെയ്യാൻ പറ്റി അത് എത്രത്തോളം നല്ലതാക്കാൻ പറ്റും അത്രത്തോളം നല്ലതാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം വൺസ് ദ ഫൗണ്ടേഷൻ ഈസ് സെറ്റ് യു ആർ ഇൻ എ സേഫ് സോൺ. സോ ഫൗണ്ടേഷൻ സേവ് യു ഫ്രം മെനി ഇഞ്ചുറീസ്. നമുക്കറിയാം ഒരു അത്ലറ്റിന്റെ ലൈഫിൽ ഇഞ്ചുറി എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. സോ ഒരുപാട് ഇഞ്ചുറീസ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുള്ളത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാതെ നമ്മൾ ഫാൻസി എക്സസൈസിലേക്കോ അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി എക്സസൈസിലേക്കോ വർക്കൗട്ടിലേക്കോ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ലോഡിൽ സഡൻ ആയിട്ടുള്ള സ്പൈക്ക് ഉണ്ടാകുമ്പോഴാണ് ഇഞ്ചുറീസ് സംഭവിക്കുന്നത്. സോ ആ ബേസിക്സ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾ പേഷ്യൻസ് കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചുറീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ വർക്ക് അറൌണ്ട് യുവർ നീഡ്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. സോ യു നീഡ് ടു സ്പെൻഡ് ടൈം ഫോർ ദാറ്റ്. അതെന്തായാലും നിങ്ങൾക്ക് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചർ സെൽഫിൽ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമുക്കറിയാം ടെക്നിക്, ബേസിക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്. അപ്പം ഈ ട്രെയിനിങ്ങിന്റെ കേസിലാണെങ്കിലും ടെക്നിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ അറിയാം വെയിറ്റ് ട്രെയിനിങ്ങിലാണെങ്കിലോ ഇപ്പം കണ്ടീഷനിങ് ട്രെയിനിങ്ങിലാണെങ്കിലോ ഒക്കെ നമുക്കറിയാം ഇപ്പം നിങ്ങളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ചെറിയൊരു ടെക്നിക്കൽ എറർ കൊണ്ട് ഇഞ്ചുറിയും വരാം,
നിങ്ങളുടെ പ്രോഗ്രഷനിൽ ഒരു ഡിലേ ഉണ്ടാവും. അപ്പം ടെക്നിക് ബേസിക് റണ്ണിങ് ആണെങ്കിൽ പോലും നമുക്കറിയാം, വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും അറിയാം. അപ്പം ടെക്നിക്ക് ഒരു ഗുഡ് കോച്ച് ഫൗണ്ടേഷൻ ട്രെയിനിങ് എടുത്തു പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഒരു മനസ്സുകൂടി കാണിക്കണം. അപ്പം അതെല്ലാം നിങ്ങളുടെ കരിയറിൽ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം ഇറ്റ് വിൽ ഡു ദ ജോബ് ഫോർ യു ഡെഫിനറ്റ്ലി. ദെൻ പ്രോഗ്രസ് ഗ്രാജുവലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിലാണെങ്കിലോ എപ്പോഴും ഏതൊരു കാര്യമാണെങ്കിലും പ്രോഗ്രസ് ഗ്രാജുവലി എന്ന് പറയും. കാരണം ഗ്രാജുവലി നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിത്തിങ് യു ഡു ടു മച്ച് സൂൺ ദർ ഈസ് സം സോർട്ട് ഓഫ് റിസ്ക്, ഹൈ റിസ്ക്. നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട് ഏത് കാര്യമാണെങ്കിലും. സോ ഇപ്പൊ ക്രിക്കറ്റേഴ്സിന്റെ കേസിൽ ഞാൻ പറയാം, നമുക്കറിയാം ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾ അനറോബിക് സോണിൽ പോകും, എയറോബിക് സോണിൽ പോകും, ഒരുപാട് ഫിറ്റ്നസ് കോമ്പോണൻസ് ആവശ്യമാണ്. സോ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഫാസ്റ്റ് ബോളറിനെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഫാസ്റ്റ് ബോളർ ഈസിലി കവർ 15 കിലോമീറ്റർ ഇൻ എ ടെസ്റ്റ് മാച്ച്. നമുക്കറിയാം അതിൽ റണ്ണിങ് മാത്രമല്ല, റണ്ണിങ്, ജോഗിങ്, വാക്കിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഒരുപാട് എനർജി സിസ്റ്റം ഇന്റർപ്ലേ ചെയ്യുന്നുണ്ട് ആസ് എ ക്രിക്കറ്റർ. ബാറ്റിങ്ങിലാണെങ്കിലോ വിക്കറ്റ് കീപ്പിംഗിലാണെങ്കിലോ ഫാസ്റ്റ് ബോളിങ്ങിലാണെങ്കിലോ ഒക്കെ. അപ്പം നമ്മൾ ആ എല്ലാ എനർജി സിസ്റ്റം നമ്മളെ ട്രെയിനിങ്ങിൽ ടച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ആസ് എ ഫാസ്റ്റ് ബോളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് സ്പെല്ല് ചെയ്യാൻ എൻഡ്യൂറൻസ് ആവശ്യമാണ്. അതുപോലെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡെലിവറി നിങ്ങൾക്ക് സ്പീഡ് ആവശ്യമാണ്, സ്റ്റെബിലിറ്റി ആവശ്യമാണ്. അപ്പം അതെല്ലാം ട്രെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 കിലോമീറ്റർ ആണ് ഒരു ഫാസ്റ്റ് ബോളർ ഒരു ടെസ്റ്റ് മാച്ചിൽ ഈസി ആയിട്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പം നമുക്കറിയാം ഒരു 100 മീറ്റർ ഒരു ഗുഡ് റണ്ണിങ് ചെയ്യുമ്പോൾ ആസ് എ ഫാസ്റ്റ് ബോളർ ഒരു 22 to 24 കിലോമീറ്റർ പെർ ഹവർ ആവറേജ് ഉണ്ട്. സോ 6 to 7 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഹിറ്റ് ചെയ്യുന്നത്, പീക്ക് സ്പീഡ് ഹിറ്റ് ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡെലിവറി. സോ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും. ഒരു ഫാസ്റ്റ് ബോളറിന്റെ റണ്ണപ്പിൽ തന്നെ 2 എനർജി സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് പറയാം, ഇപ്പൊ ഒരു ക്രിക്കറ്റർ ഒരു ഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ലോങ്ങർ സ്പെല്ല് ഒരു ഫാസ്റ്റ് ബോളർ ത്രൂ ഔട്ട് ദ മാച്ച് ഒരു സ്പെൽ ഒരു കോൺസ്റ്റന്റ് പേസിൽ ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ബോൾ ചെയ്യുന്നതിന് ശേഷമുള്ള ഫോളോ ത്രൂവിൽ എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട്, റണ്ണിങ് മെക്കാനിക്സ് ത്രൂ ഔട്ട് ദ സ്പെൽ ഓർ ത്രൂ ഔട്ട് ദ മാച്ച് എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നതായിരിക്കും നമുക്കൊരു ബോളർ ഫിറ്റ് ആണോ അല്ലേ എന്ന് പറയാം. സോ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലാണെങ്കിൽ പോലും ഒരുപാടുണ്ട്. സ്ട്രെങ്ത്, പവർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടീഷനിങ്ങിലാണെങ്കിൽ സ്പീഡ് ആവശ്യമാണ്, എജിലിറ്റി ആവശ്യമാണ്, എൻഡ്യൂറൻസ് ആവശ്യമാണ്. അപ്പം ഇതിനെല്ലാം ട്രെയിനിങ് ചെയ്യുമ്പോൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ്. അപ്പം നമ്മൾ സ്പ്രിന്റിങ് മാത്രം ചെയ്യുന്നതുകൊണ്ട് ആ സ്പെസിഫിക് എനർജി സിസ്റ്റം മാത്രമേ നിങ്ങൾക്ക് ഡെവലപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി ഒരുപാട് വെയിറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് മാത്രമേ ബിൽഡ് ആവുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽഡിൽ പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൽ ഒരു എൻഹാൻസ്മെന്റ് ഉണ്ടാക്കാനോ പറ്റിക്കൊള്ളണമെന്നില്ല. സോ പ്രൊഫഷണലി ട്രെയിൻ ചെയ്യണം. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഏജിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിൽ അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഈ ട്രെയിനിങ് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കരുത്. നല്ല രീതിയിലുള്ള പ്രൊഫഷണലി ട്രെയിൻ ചെയ്യാനും സ്ലോ പ്രോഗ്രസ് ആയിരിക്കും മേ ബി, ബട്ട് അതിൽ നിങ്ങൾ അതാണ് നമുക്ക് ഫ്യൂച്ചർ സെൽഫിലേക്ക് ആവശ്യമുള്ളത്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. ദെൻ റീഗെയിൻ സ്ട്രെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഗെയിൻ സ്ട്രെങ്ത് നമുക്ക് ക്രിക്കറ്റേഴ്സിന്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു സ്ലൈഡിൽ ഇതൊരു സ്ട്രെങ്ത്തിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനായിട്ടൊരു സ്ലൈഡ് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. വെയിറ്റ് ട്രെയിനിങ്ങിലാണെങ്കിൽ വെയിറ്റ് റൂമിൽ ചെന്നിട്ട് ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നതിലാണ് ഓൾമോസ്റ്റ് എല്ലാ ക്രിക്കറ്റേഴ്സും ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആസ് എ ക്രിക്കറ്റേഴ്സ് ടു മച്ച് സ്ട്രെങ്ത് ആവശ്യമില്ല. നമുക്ക് പവർ, ക്രിക്കറ്റ് എപ്പോഴും നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവ് എപ്പോഴും പവറാണ്.
ബോൾ ത്രോ ചെയ്യാനാണെങ്കിലോ ഫീൽഡിൽ നിന്ന് ബോൾ ഡെലിവറി ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഷോട്ട് കളിക്കാനാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പവറാണ് ആവശ്യം. അപ്പം ഏറ്റവും മിനിമൽ ടൈമിൽ ആരാണോ ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് അവരാണ് ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെർഫോമൻസ്. സോ ആ പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ പവർ ജനറേറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ആണ് നമുക്ക് ആവശ്യം. അപ്പം നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് വിസിബിളി നല്ല മസിൽ മാസ് ഉള്ള ഒരാൾ ക്രിക്കറ്റിൽ ഗ്രൗണ്ടിൽ ഭയങ്കര പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടത് വളരെ റെയർ ആയിട്ടാണ്. സോ സ്ട്രെങ്ത് ആവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പവർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാം നമുക്ക് ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾക്കറിയാം സ്കിൽ ഡോമിനന്റ് ഗെയിമാണ് ക്രിക്കറ്റ്. സോ ഫിറ്റ്നസ് മാറ്റേഴ്സ്. ഫിറ്റ്നസ് ആസ് എ ട്രെയിനറാണ് ഞാൻ പറയുന്നത്, ഫിറ്റ്നസ് മാറ്റർ ആണ്. പക്ഷേ ക്രിക്കറ്റ് എപ്പോഴും സ്കിൽ ഡോമിനന്റ് ഗെയിമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ടച്ചപ്പ് ചെയ്യാൻ നോക്കുക, വേണ്ട രീതിയിൽ മാത്രം ബിൽഡ് ചെയ്യാൻ നോക്കുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരുപാട് നമ്മളിപ്പം സ്ട്രെങ്ത് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ആണെങ്കിലോ, ഒരു സ്പീഡ് ആവശ്യമാണ്. സ്ട്രെങ്ത് ഒരുപാട് ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പെർഫോമൻസിൽ ചിലപ്പോൾ ഡിപ്പ് സംഭവിക്കാം. സോ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. എനിക്കൊരു അവസരം കിട്ടി എപ്പോഴും പറയുന്നതാണ് ക്രിക്കറ്റേഴ്സിൻ്റെ അടുത്ത്. കാരണം നിങ്ങളുടെ ഗ്രൗണ്ടിലാണെങ്കിലോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലാണെങ്കിലോ ഏതൊരു കാര്യത്തിലാണെങ്കിലും ക്രിക്കറ്റിൽ കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രെയിനിങ്ങിലാണെങ്കിലും കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ കൺസിസ്റ്റന്റ് അല്ലാതെ 10 days അല്ലെങ്കിൽ 2 weeks 2 months ട്രെയിൻ ചെയ്ത് 1 month റെസ്റ്റ് എടുത്തോട്ട് കൂടി നിങ്ങൾ ആ 2 months വേസ്റ്റ് ചെയ്യാം. സോ കൺസിസ്റ്റന്റ് ആയി ട്രെയിൻ ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് സ്ലോ പ്രോഗ്രസ് ആണെങ്കിലും അത് നിങ്ങളുടെ വളരെ ഒരു ഉയർച്ചയിലെത്തിക്കും ആസ് എ ക്രിക്കറ്റേഴ്സ്. ഓക്കെ, ദെൻ ടൈം ഫ്രെയിം. നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്, എപ്പം ഞാൻ മാച്ച് ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എപ്പം തിരിച്ച് ഈ ഒരു ബ്രേക്കിന് ശേഷം മാച്ച് ഫിറ്റ്നസ് ഗ്രൗണ്ടിൽ ഇറങ്ങി കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ഇൻ ടു ദ ഗ്രൂവ് വൺസ് അഗെയിൻ. അതൊരു നിങ്ങൾ അത് മനസ്സിലാക്കണം, അത് എപ്പോഴും മനസ്സിലുണ്ടാവണം ഇനി അങ്ങോട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ. അപ്പം കാരണം ഇത്രയും ലോങ് ബ്രേക്കിന് ശേഷം നമ്മൾക്ക് തിരിച്ചൊരു മാച്ച് ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യണമെങ്കിൽ ടൈം ആവശ്യമാണ്. സോ പേഷ്യൻസ് ഈസ് കീ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇൻ സീസൺ ഇതാണ് ഇപ്പം ഇൻ സീസണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാം. ഈ ഇൻ സീസണിൽ നമ്മൾ ഇൻ സീസണിന്റെ ഇടയിൽ നമ്മൾ മെയിൻ്റെനൻസ് വർക്കാണ് ചെയ്യേണ്ടത്. അപ്പം എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നത് ഇൻ സീസണിൽ ഹ്യൂജ് റിസ്ക് ആണ്. കാരണം മസിൽ സോർനെസ് ഉണ്ടാവും, മൂവ്മെന്റ് സ്ലോ ആവും. അപ്പം അത് നിങ്ങളുടെ പെർഫോമൻസിനൊക്കെ ബാധിക്കും. അപ്പം മെയിൻ്റെനൻസ് ആണ് നമുക്ക് ഇൻ സീസണിൽ ചെയ്യാം. ഈ ഒരു സമയം നിങ്ങളുടെ ഫിറ്റ്നസ് പ്രീ സീസണിലാണ് നമുക്ക് റെവല്യൂഷൻ ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ ഫിറ്റ്നസ്സിലാണെങ്കിൽ ഒരു പ്രീ സീസണിലാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു ഈ പ്രീ സീസണിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിറ്റ്നസ് ആണ് ഫ്രണ്ട് സീറ്റിൽ പ്രീ സീസൺ. ഇൻ സീസണിൽ സ്കില്ലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം അതൊരു നിങ്ങളുടെ ട്രെയിനിങ്ങിൽ എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റണം. കാരണം പ്രീ സീസണിലാണ് നമുക്ക് ഫിറ്റ്നസ് ആണെങ്കിലും നമുക്ക് എന്ത് ചേഞ്ചസ് ആണെങ്കിലും ഉണ്ടാക്കാനുള്ള സമയം. അതൊരിക്കലും ഇൻ സീസണിന്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. വലിയൊരു റിസ്ക് ആണ്. സോ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫിറ്റ്നസ് ലെവലിലാണെങ്കിൽ ഒരു വലിയൊരു റവല്യൂഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ സമയം നന്നായിട്ട് യൂസ് ചെയ്യാം. സോ ഈ ഒരു ടൈം ഫ്രെയിം പറയുവാണെങ്കിൽ 4 to 6 months ആണ് നമുക്ക് സേഫസ്റ്റ് ടൈം ഫ്രെയിം എന്ന് പറയാൻ പറ്റും. നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 4 to 6 weeks കൊണ്ട് നിങ്ങൾക്കൊരു മാച്ച് ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഞാൻ ബാക്ക് ടു ഫീൽഡ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ മാച്ച് ഫിറ്റ്നസ് എത്രത്തോളം എനിക്കറിയില്ല, എത്രത്തോളം പേർക്ക് മാച്ച് ഫിറ്റ്നസ് കേട്ടിട്ടുണ്ടാവാം. പക്ഷെ മാച്ച് ഫിറ്റ്നസ് എന്താണെന്ന് എത്രത്തോളം പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സോ ജിം ഫിറ്റ്നസ്, മാച്ച് ഫിറ്റ്നസ് എന്ന് 2 ഫിറ്റ്നസ് ഉണ്ട്. സോ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആസ് എ സ്പോർട്സ് പേഴ്സൺ, ഞാൻ ക്രിക്കറ്റേഴ്സ് എന്നല്ല പറയാം, സ്പോർട്സ് പേഴ്സൺ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്ലീറ്റ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് ജിം ഫിറ്റ്നസ് അല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ മസ്കുലർ ആയിട്ടുള്ള മാസോ അല്ലെങ്കിൽ ഒരുപാട് ബൾക്കി ആയിട്ടുള്ള മസിൽസോ അല്ല ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടത്. സോ മാച്ച് ഫിറ്റ്നസ് ഈസ് ഡിഫറെന്റ് ഫ്രം ജിം ഫിറ്റ്നസ്. സോ നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു
ആസ് എ ക്രിക്കറ്റർ ഇപ്പൊ ഫാസ്റ്റ് ബോളേഴ്സിനെ തന്നെ എടുക്കാം. ഒരു ഫാസ്റ്റ് ബോളർ നമ്മൾ ഫിറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇപ്പം ഒരു സ്പെല്ലിലോ അല്ലെങ്കിൽ മാച്ചിലോ കോൺസ്റ്റന്റ് സ്പീഡിൽ ത്രൂ ഔട്ട് എറിയാൻ പറ്റുമ്പോഴാണ് ആ ഒരു പ്ലെയർ നമ്മൾ ഓക്കെ ദിസ് ഗൈസ് ഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അത് നോട്ട് ജസ്റ്റ് ഓൺലി സ്പീഡ്, ലുക്കിംഗ് അറ്റ് ഹിസ് റണ്ണിങ് മെക്കാനിക്സ്, സ്റ്റെബിലിറ്റി, ഹൗ ഹി വിൽ ബാലൻസിങ് ആഫ്റ്റർ ഹിസ് ഫോളോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരുപാട് കോമ്പോണൻസ് ഒരു ക്ലബ് ചെയ്ത് വരുന്നതാണ് മാച്ച് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ. ഇപ്പം നിങ്ങൾക്ക് ടെസ്റ്റിൽ അറിയാം, യോയോ ടെസ്റ്റ് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം യോയോ ടെസ്റ്റ് ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. അതിൽ പാസിംഗ് സ്കോർ 16.1 ആണ്. ബട്ട് നിങ്ങളിപ്പം യോയോയിൽ 18.1 19.1 ചെയ്യുമ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് സ്കോർ ആണ് യോയോ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അത് ചെയ്യുന്നതോടുകൂടി ഒരു അത്ലീറ്റ് ഫിറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം യോയോ മാത്രമല്ല, കാരണം യോയോ ടെസ്റ്റിലൂടെ നമുക്ക് എയറോബിക് എൻഡ്യൂറൻസ് മാത്രമാണ് കിട്ടുക. അപ്പം അതുകൊണ്ട് മാത്രം ആസ് എ ക്രിക്കറ്റർ നിങ്ങൾ ഫിറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരുപാട് കോമ്പോണൻസ് ഉണ്ട്. അപ്പം മാച്ച് ഫിറ്റ്നസ് എന്നുള്ളൊരു ബോക്സ് ടിക്ക് ചെയ്യാൻ ശ്രമിക്കുക ബിഫോർ ഒരു ഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഷുഡ് ലേൺ ഹൗ ടു മാനേജ് യുവർ എനർജി ആൻഡ് വർക്ക് ലോഡ്. ഫ്യൂച്ചറിലേക്ക് ഒരു ലോങ് കരിയർ സ്വപ്നം കാണുന്ന ക്രിക്കറ്റേഴ്സ് ആണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എനർജി ആണെങ്കിലും വർക്ക് ലോഡ് ആണെങ്കിലും അത് മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പം എനർജി ലെവലാണ് നിങ്ങൾക്ക് അറിയാം. എവറി സെഷനിലാണെങ്കിലും എവറി മാച്ചിലാണെങ്കിലും നിങ്ങൾ 100% എനർജിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പെർഫോമൻസ് ഏറ്റവും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുക. സോ അത് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വർക്ക് ലോഡ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം. കാരണം ഇൻ സീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ സീസണിൽ എങ്ങനെ ട്രെയിൻ ചെയ്യണം, പ്രീ സീസണിൽ എങ്ങനെ ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ മാച്ചിന്റെ 2 ദിവസം മുമ്പ് എങ്ങനെ ട്രെയിൻ ചെയ്യണം, മാച്ചിന് തൊട്ടടുത്ത ഡേ എങ്ങനെ ട്രെയിൻ ചെയ്യണം, എങ്ങനെ റിക്കവർ ചെയ്യണം, അപ്പം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ട്രൈ ടു ടിക്ക് എവറി ബോക്സസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. സോ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മസിൽ ബിൽഡ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ എല്ലാത്തിനും മുമ്പ് ഇറ്റ്സ് മോർ അബൌട്ട് ക്രിക്കറ്റേഴ്സ് ആയതുകൊണ്ടാണ് പറയുന്നത്, ഇറ്റ്സ് മോർ അബൌട്ട് മൂവ്മെന്റ്, ഗെറ്റിംഗ് ദ ലെഗ്സ് മൂവിങ് ക്വിക്കർ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗെറ്റിംഗ് ദ റിയാക്ഷൻ ഫാസ്റ്റർ അഗെയിൻ, അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെ എല്ലാ ബോക്സുകളും ടിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ലാസ്റ്റ് സ്ലൈഡ് നമുക്കറിയാം, ഞാൻ നേരത്തെ തുടങ്ങിയത് തന്നെ ഇതൊരു പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പം നെഗറ്റീവ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളെ ലൈഫിലേക്ക് അത് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ മേക്ക് ദിസ് ടൈം ആസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നമുക്കറിയാം ഏതൊരു ബുദ്ധിമുട്ടുള്ള സമയം നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിലും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കറിയാം ഈ ടൈം അൺഫോർച്ചുനേറ്റ് ആണ്, നമുക്ക് ആരും പ്രതീക്ഷിച്ചതല്ല. ബട്ട് റിമെമ്പർ, വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണിത്. ഒരു ലൈഫിലെ നമുക്ക് മേ ബി ഒരു തവണ മാത്രം കിട്ടാൻ പോകുന്ന ഒരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണാം. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മുന്നേറാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഒരുപാട് പേരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും, ലൈഫിൽ ഒരുപാട് മുമ്പോട്ട് പോകാൻ പറ്റും. സോ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദിസ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ്സിലാണെങ്കിലും നിങ്ങളുടെ ഇൻഡിവിജ്വലി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾക്ക് ഒരു ഇഞ്ചുറി വരണം, അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ആവണം. അപ്പം അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആണ് ഈ ഒരു ടൈം. കാരണം ടീമിൽ നിന്ന് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെന്റൽ പ്രഷർ ഉണ്ടാവും, ഇഞ്ചുറി ആണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇതങ്ങനെയല്ല. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിലാണെങ്കിലോ ട്രെയിനിങ്ങിലാണെങ്കിലോ നിങ്ങളുടെ മൈൻഡിലാണെങ്കിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ യു ക്യാൻ കം ബാക്ക് ആസ് മച്ച് ബെറ്റർ ഷേപ്പ്. അത് മനസ്സിലാക്കുക. വിത്ത് ഇംപ്രൂവ്ഡ് മൂവ്മെന്റ് പാറ്റേൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രൂവ്ഡ് മൂവ്മെന്റ് പാറ്റേൺ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇംപ്രൂവ്ഡ് ഓവറോൾ ഫിറ്റ്നസ് ആൻഡ് സ്കിൽ. സോ take this break as an opportunity to work on all aspects of your life to become better. Not cricketers, athlete എന്നുള്ള നിലക്ക് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ഒരു ബിക്കം ബെറ്റർ പേഴ്സൺ, ഒരു പേഴ്സൺ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റണം. അതിൽ ശ്രദ്ധിക്കാം. സോ ഇത് നമുക്ക് പോസിബിൾ അല്ല. നമ്മുടെ ഒരു പാക്കഡ് കലണ്ടറാണ് നമുക്ക് ഉണ്ടാവാറ്. അപ്പം ആ ഒരു സമയത്ത് ഇതൊന്നും പോസിബിൾ അല്ല. സോ ഇറ്റ്സ് എ റിയൽ ചാൻസ് ടു മേക്ക് സം ഫിസിക്കൽ ഇംപ്രൂവ്മെന്റ് ബിക്കോസ് മാച്ചസ് കളിക്കുന്നില്ല. സോ
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രെയിനിങ് ആണെങ്കിൽ ഒരു ജേർണൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. നിങ്ങളെ ഒരു ഡേയിൽ എന്തൊക്കെ ചെയ്യുന്നു, ട്രെയിനിങ് ആണെങ്കിൽ ട്രെയിനിങ് ചെയ്യുന്നു മൺഡേ, ഓക്കെ ഞാൻ ട്രെയിൻ ചെയ്തു, ഇത്ര ടൈം ട്രെയിൻ ചെയ്തു, RP സ്കെയിൽ ഔട്ട് ഓഫ് 1 to 10 അതൊന്ന് മോണിറ്റർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് ആസ് എ ട്രെയിനേഴ്സ് ആണെങ്കിലും കോച്ചസ് ആണെങ്കിലും ആസ് എ പ്ലെയർ ആണെങ്കിലും നിങ്ങൾക്കും അത് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു ട്രെയിനിങ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ചുറി വരുമ്പോഴോ എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നുള്ളത് നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. സോ കീപ്പ് എ ജേർണൽ. അതൊരു ഒരിക്കലും നിങ്ങൾ ഫ്യൂച്ചറിലെ എല്ലാ ഡേയിലും അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് do something that today your future self will thank you for. Thank you. Good afternoon, everyone. Good afternoon, everyone. We are very happy that you guys joined with us for this section. On behalf of KCA, I want to welcome you all. എന്നെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിപ്പോ KCA ആയിട്ട് ജോയിൻ ചെയ്ത അക്കാഡമിയിൽ ഐ എം വർക്കിംഗ്. ഞാൻ ബേസിക്കലി കൊച്ചിയിൽ നിന്നാണ്. ഇന്ന് ഇപ്പൊ നമ്മള് മുന്നത്തെ ക്ലാസ്സെല്ലാം നമ്മൾ കേട്ടു, സുനിൽ സാർ പറയുന്നത് നമ്മൾ കേട്ടു. എന്തിനാണ് മെന്റൽ ഹെൽത്ത് ഇത്ര ഇമ്പോർട്ടൻസ്? നമ്മൾ പണ്ടൊന്നും മെന്റൽ ഹെൽത്തിനെ പറ്റി അത്രയും അങ്ങ് കേട്ടിട്ടില്ല. ബട്ട് നൗ ഇറ്റ്സ് വെരി മച്ച് റിലവന്റ് ആൻഡ് വെരി മച്ച് നീഡഡ് ഇൻ അവർ കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ്, ലൈക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഫിറ്റ്നസിന്റെ ആവശ്യകത ഉള്ളത്? ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എലമെന്റ്സിൽ ഒന്നാണ് മെന്റൽ ഫിറ്റ്നസ്. മെന്റൽ ഫിറ്റ്നസും ഫിസിക്കൽ ഫിറ്റ്നസും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരെ, എന്തിനാണ് മെന്റൽ ഫിറ്റ്നസ് എന്നുള്ളത്? ഒരു മെന്റൽ ഫിറ്റ്നസ് ഉള്ള ഒരു പ്ലെയറിനാണ് പെട്ടെന്ന് ഓൺ ഗെയിമിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ, നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആസ് എ ടീം അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യണമെങ്കിൽ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലാണ് നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട്, ഓപ്പോസിറ്റ് ടീമിനെതിരെ കളിക്കണം, അതിനെതിരെ പെട്ടെന്ന് ഗെയിം പ്ലാൻ ഉണ്ടാക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങള്, ഒത്തിരി സ്ട്രെസ്, അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കണം, ഒത്തിരി കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ. സോ ഈ സ്ട്രെസ്സിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഫിറ്റ്നസ്. എങ്ങനെ ചെയ്താലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ മെന്റൽ ഫിറ്റ്നസിന് വേണ്ടി ട്രെയിൻഡ് ആവുക? അതിനുള്ള വെരി സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 3 സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് എക്സസൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള റൂട്ടീൻസ് ഉണ്ട്, കോച്ചിങ്സ് ഉണ്ട്, ഗ്രൗണ്ട് പ്രാക്ടീസ് ഉണ്ട്. എന്തായിരിക്കും എക്സസൈസ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? അല്ലെങ്കിൽ എത്ര മണിക്കൂർ എക്സസൈസ് ചെയ്തു എന്നതിനുപരിയായിട്ട് നിങ്ങൾ റെഗുലർലി നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, നിങ്ങൾ വീട്ടിൽ തന്നെയാണ്, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കോച്ചുമാർ നിങ്ങളെ നോക്കുന്നില്ല, മീൻസ് അവർക്ക് നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തോരം ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ആകെയുള്ളത് ഓൺലൈൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകളും എല്ലാം. പക്ഷെ ജെനുവൻലി നിങ്ങൾ എത്ര സമയം എക്സസൈസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്? അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10 to അരമണിക്കൂർ എക്സസൈസിന് വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ.
ഇങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ആക്കിയാൽ ഈ എക്സസൈസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു എൻഡോഫ്രിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്ന സ്ട്രെസ്, സ്ട്രെയിൻ, നമുക്കുണ്ടാവുന്ന ടെൻഷൻ, നമുക്കുണ്ടാവുന്ന തലവേദനകൾ, ഇവയെല്ലാം ഒരു പെയിൻ കില്ലർ പോലെ ആക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് എൻഡോഫ്രിൻ. അതുകൊണ്ട് മെന്റൽ ഹെൽത്തിന്റെ ഏറ്റവും പ്രൈം അല്ലെങ്കിൽ കീ വേർഡ് ആണ് എക്സസൈസ്. എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 5 to half an hour നിങ്ങൾ എപ്പോഴും എക്സസൈസിന് വേണ്ടി റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എക്സസൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനു വേണ്ടി ചൂസ് ചെയ്യാം. നിങ്ങളുടെ ക്രിക്കറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ടിപ്പുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എപ്പോഴും റെഗുലർലി അത് ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ഫുഡ്. ഒരു ഹെൽത്തി ഫുഡ് എപ്പോഴും ഒരു പ്ലെയറിന് അത്യാവശ്യം. ഒരു പ്ലെയർ എന്ന നിലയിലും ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിലും ഹെൽത്തി ഈറ്റിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ത് തരത്തിലുള്ള ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ, ഈ ഭക്ഷണങ്ങൾ കൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ചെറിയൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കൊറോണ മാത്രമല്ല വേറെ പല അസുഖങ്ങളും ഉണ്ട്. അപ്പൊ ഒരു പ്ലെയർ എന്ന നിലയിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കാത്തു സൂക്ഷിക്കും, അതിന് പ്രൈം ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്നാമത്തത് സിട്രിക് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ രീതികൾ, ഒന്നെങ്കിൽ നാരങ്ങ, ഓറഞ്ച്, മുസംബി തുടങ്ങിയത്, ഇലക്കറികൾ, കൂടുതലും പച്ചക്കറികൾ കഴിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഒത്തിരി എനർജി നമുക്ക് വേസ്റ്റ് ആവില്ല. ഒരു പ്ലെയറിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ എനർജി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അപ്പം ഭക്ഷണ രീതിക്ക് ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും നിങ്ങളിലൂടെ വരുന്ന ഇമോഷൻസ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് എപ്പോഴും നമുക്ക് കാണാം, അവർക്ക് പുറത്തുനിന്ന് കഴിക്കാനാണ് ഇഷ്ടം, ഹോട്ടലിൽ നിന്ന് കഴിക്കാനാണ് ഇഷ്ടം. ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ ഈ ഭക്ഷണങ്ങളിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്, ഈ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഭക്ഷണത്തിന്റെ ഒരു ഡയറ്റ് നിങ്ങളിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഒരു രീതിയിലും നിങ്ങൾ കെമിക്കൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കഫിൻ അടങ്ങിയിട്ടുള്ള കാപ്പി, ചായ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കോല, 7up, ഇതെല്ലാം ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നിങ്ങളത് കൊണ്ടുപോവാതെ ഒരു പ്ലെയർ എന്ന നിലയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. മൂന്നാമത് നമ്മൾ കാണുന്നത് ഉറക്കം. എല്ലാവർക്കും ഉറങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരാ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന യങ്സ്റ്റേഴ്സിന് എന്താ നിങ്ങളുടെ ഹോബി എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയും ഞങ്ങൾക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. അപ്പൊ മുന്നത്തെ സാറുമാരെല്ലാം പറഞ്ഞു നിങ്ങള് അണ്ടർ 19 ബോയ്സ് എല്ലാം ഭയങ്കര പ്രൊഫഷൻ നന്നായിട്ട് കണ്ടു നിൽക്കുന്ന പിള്ളേരാണ്, അവർ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരാണ്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ അങ്ങനെ വേണം നിങ്ങളുടെ ലൈഫിനെ മോൾഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് നിങ്ങൾ വരാനായിട്ട്. അപ്പൊ ഉറക്കം കുറയാനും പാടില്ല, എന്നാൽ ഉറക്കം കൂടാനും പാടില്ല. ശരാശരി ഒരു പ്ലെയർ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഈ 8 മണിക്കൂർ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്, സ്ട്രെയിനുകൾ, ഈ ടെൻഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സബ്സൈഡ് ചെയ്യാനായിട്ട് ബോഡീനെ ഒരുക്കുന്ന ടൈമാണ് സ്ലീപ്പിംഗ്. അപ്പൊ സ്ലീപ്പിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഉറങ്ങുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വെക്കണം. ഒരിക്കലും ഒത്തിരി വെട്ടമുള്ള റൂമിൽ ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കരുത്. കഴിവതും ടെക്നോളജികളെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കാം. ഫോൺ യൂസ് ചെയ്യുന്നത് മാറ്റാം, കിടക്കുന്ന റൂമിൽ ലാപ്ടോപ്പ് കൊണ്ടുവരിക, സ്പീക്കർ കൊണ്ടുവരിക, ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും
ഫോണും ടിവിയും കാണുന്നതെല്ലാം നിർത്തി നിങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉറക്കത്തിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അവസാനമായി വായിക്കുന്ന വാർത്തകൾ, അവസാനമായി കേൾക്കുന്ന കഥകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ ഇതെല്ലാം നമ്മൾ ഉറങ്ങുമ്പോൾ ഇതെല്ലാം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഭയങ്കര കാമായിട്ട് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ആവശ്യമായ ഒരു ഘടനയാണ് ഉറങ്ങുക. അതിന് നമ്മൾ അതിന്റെ രീതിയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കാനായിട്ട്. ഈ നന്നായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയിൽ അധികം ചിന്തിക്കാനുള്ള മെന്റൽ പീസ് ഭയങ്കരമായിരിക്കും, മെന്റൽ ടഫ്നെസ് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ഈ ഉറങ്ങാത്ത വ്യക്തികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ ഉറക്കം കുറവുള്ള വ്യക്തികളിൽ അവർക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും തലവേദനയായിരിക്കും. അവർക്ക് ഒന്നിനോടും ഒരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് കാണില്ല. ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് ഒരു രീതിയിലും ഉള്ള ഇൻട്രസ്റ്റ് കാണില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ റൂട്ടീനിലേക്ക് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നിങ്ങൾ മാക്സിമം ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. മാക്സിമം ഇത് നിങ്ങളുടെ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ശ്രമിക്കാതിരിക്കരുത്. നിങ്ങൾ എത്ര പയ്യെ ശ്രമിച്ചാലും നിങ്ങൾ ഇത് നിർത്തരുത്. അപ്പൊ ഒരു ഞാൻ കേട്ട ഒരു കൊട്ടേഷനാണ്, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൗ സ്ലോ യു ഗോ സോ ലോങ് ആസ് യു ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ്. അപ്പൊ നിങ്ങളെ തന്നെ ഒരിക്കലും നിങ്ങൾ ഇതെനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിർത്തരുത്. യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ അതിനെടുക്കണം. ഇപ്പൊ നമുക്ക് ചുറ്റും ഇപ്പൊ കോച്ചിങ് ഇല്ല, നമുക്ക് ഗ്രൗണ്ട് പ്രാക്ടീസ് ഇല്ല, കൊറോണയാണ്, കോവിഡ് ആണ്, നമുക്ക് ഒത്തിരി സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം. അപ്പൊ എങ്ങനെയാ നമ്മളെ തന്നെ ആക്റ്റീവ് ആക്കുക, എങ്ങനെയാ നമ്മളെ തന്നെ ഒരു ലൈവ്ലി ആയിട്ട് നമ്മൾ നിർത്താം. കാരണം ഇപ്പൊ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, പെട്ടെന്നാണ് നമ്മളുടെ വാതിലുകൾ അടഞ്ഞത്, വീടുകൾ അടഞ്ഞത്, സ്ട്രീറ്റുകൾ അടഞ്ഞത്. ഒത്തിരി ഒരു ഭയങ്കരമായ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ അതിനു വേണ്ടി ഒരുക്കും, എങ്ങനെ നമ്മളെ തന്നെ ഒരു ഭാവിയിൽ ഒരു പ്ലെയറിനെ നമ്മളെ തന്നെ കാണും. ഈ സ്ക്രീനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഒരു സെൽഫ് കെയർ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം. എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, എന്നെ തന്നെ നല്ലൊരു പ്ലെയർ ആക്കി വാർത്തെടുക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളിലേക്ക് തന്നെ നോക്കണം. അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചില കുഞ്ഞുങ്ങൾ ചോദിക്കും, ഈ സെൽഫ് കെയർ പ്ലാനിന്റെ ആവശ്യം എന്താ, എനിക്ക് ഓൾറെഡി ഒരു റുട്ടീൻ ഉണ്ടല്ലോ എന്ന്. അപ്പൊ നമ്മുടെ റോൾ മോഡൽസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ്, കീൻ പ്ലേയേഴ്സിന് നമ്മുടെ കോച്ചുമാരൊക്കെ കണ്ടാൽ അറിയാം, ദേ വെന്റ് ത്രൂ വെൽ ഡിസിപ്ലിൻഡ് അല്ലെ. അവരുടെ സക്സസിലേക്ക് എത്തുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ദേ ഹാഡ് എ ഗോൾ, ദേ ഹാഡ് എ പ്ലാൻ ആൻഡ് ദേ ഡിഡ് ഇറ്റ്. സോ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, നിങ്ങൾ എക്സസൈസ് ചെയ്യണം, ഒരു 5 to half an hour എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചുമാർ പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് 1 hour ചെയ്യണം. അവരെങ്ങനെയാണോ നിങ്ങളോട് പറയുന്നത് ആ രീതിയിൽ നിങ്ങൾ എക്സസൈസിനെ ഒരു ദിവസം ഇത്ര മണിക്കൂറിലേക്ക് മാറ്റിവെക്കാം. രണ്ടാമത് നമ്മൾ കാണുന്നത് ഹോബീസ്. ഇപ്പൊ ഹോബീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ ഇഷ്ടം അല്ലെ. എല്ലാവർക്കും ഈ ക്രിക്കറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള കഴിവുകളുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോഴത്തെ തലമുറയിൽ ഫുള്ളുള്ളത്. അപ്പൊ എന്തൊക്കെ കഴിവുകൾ നിങ്ങൾക്കുണ്ട്, എന്താണ് നിങ്ങളുടെ ഇഷ്ടം, അതിനു വേണ്ടി കുറച്ച് സമയം നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കണം. ഇപ്പൊ ഹോബീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, കഥ എഴുതാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായിട്ട് കുറച്ച് സമയം ദിവസവും നിങ്ങൾ മാറ്റി വെക്കണം. മൂന്നാമത് റിലാക്സേഷൻ. റിലാക്സേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ടൈം, നിങ്ങൾ മാത്രമുള്ള നിങ്ങളുടെ പേഴ്സണൽ ടൈം, നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കണം. ഞാൻ എവിടം വരെ എത്തി, ഞാൻ ഏത് വഴി കൂടെയാണ് ഈ ഒരു പോയിന്റ് വരെ എത്തിയത്, നിങ്ങളെ തന്നെ ഓർക്കുകയും നിങ്ങളുടെ നന്മകള് നിങ്ങൾ ബാക്കിലേക്ക് പോയി ഒന്ന് നോക്കണം.
അതിന് നിങ്ങൾ വേറെ ആരുടെയും കൂട്ടൊന്നും പിടിക്കണ്ട. നിങ്ങൾ ഒറ്റ നിങ്ങൾക്ക് നടക്കാം, നിങ്ങൾക്ക് കാറ്റ് കൊള്ളാനോ അല്ലെങ്കിൽ ഒരു സൈക്ലിംഗ്, ഒരു നിങ്ങളുടെ തന്നെയായൊരു റിലാക്സേഷൻ ടൈമായിട്ട് നിങ്ങൾ അതിനെ കാണണം. നാലാമത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കണക്ടിങ് വിത്ത് അതേഴ്സ്. നമ്മൾ ഒരു സോഷ്യൽ ബീയിങ് ആണ്. നമ്മൾ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ആരെയും വേണ്ട എന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റുള്ളവരായിട്ട് കണക്ട് ആയി നിൽക്കണം. അപ്പൊ എങ്ങനെ കണക്ട് ആവാം? നമ്മൾ നമ്മുടെ അയൽക്കാരെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഹായ് പറയാ, ഹലോ പറയാ, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുക, നമ്മുടെ കസിൻസിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുക. ഒത്തിരി പേഴ്സണലി അല്ല, ജസ്റ്റ് ഒരു ഹായ്, സുഖമായിട്ടിരിക്കുന്നു, ജസ്റ്റ് നമുക്കൊരു വേർഡ് കൊടുക്കാമല്ലോ. നിങ്ങളുടെ കോച്ചുമാരോട് ചോദിക്കാം, സർ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കാം, നിങ്ങൾക്ക് സീനിയേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, ജൂനിയേഴ്സിനോട് ചോദിക്കാം. ഒത്തിരി പേഴ്സണലി പോവാതെ നമുക്കൊരു ബോർഡർ ലൈൻ ഇട്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കണക്ടിങ് വിത്ത് അതേഴ്സിൽ നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാം. അഞ്ചാമതായിട്ട് ഡൂയിങ് മീനിങ് തിങ്സ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുമ്പോ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ വെറുതെ അവരോട് ചോദിക്കുക എന്തെങ്കിലും വേണോ, അല്ലെ അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഡയറി എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ബർത്ത്ഡേ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിന്റെ ബർത്ത്ഡേ, നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ കാർഡ് ഉണ്ടാക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു സന്തോഷം, ഒരു പുഞ്ചിരി കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഡൂയിങ് മീനിങ് തിങ്സ് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ലേണിംഗ് സംതിങ് ന്യൂ. എന്തെങ്കിലും പഠിക്കുന്നവരാവണം നമ്മൾ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ. നമ്മൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ഫേസ്ബുക്കിൽ കൂടെ നോക്കണം, വാട്സപ്പിൽ കൂടെ നോക്കണം, ഇൻസ്റ്റഗ്രാമിൽ നോക്കണം, അവർക്ക് എത്ര ലൈക്ക് കിട്ടി, ഇവർക്ക് എത്ര ലൈക്ക് കിട്ടി എന്ന് നോക്കണം. അതല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയനെ ഇച്ചിരി കൂടി നമ്മുടെ ലൈഫിന് വേണ്ടി നമുക്ക് കുറച്ചൊന്ന് വളച്ചൊടിക്കാം. അപ്പൊ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടമാതിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ബോട്ടിൽ ആർട്ട് പഠിക്കാനുണ്ട്, പടം വരയ്ക്കുന്നത് പഠിക്കുന്നുണ്ട്, ഗിറ്റാറ്, കീബോർഡ്, അങ്ങനെ ഇഷ്ടമാതിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ യൂട്യൂബിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റിന്റെ ടെക്നിക്സ്, നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾ ഒരിക്കലും ഗോസിപ്പിനും നെഗറ്റീവ് വർത്തമാനങ്ങൾക്കുമായിട്ട് ഒരിക്കലും നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. എന്തെങ്കിലും പ്രൊഡക്റ്റീവും ഫ്രൂട്ട്ഫുള്ളുമായ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് കെയർ പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ പ്രീ അഡൾട്ട്ഹുഡ് ഏജിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ട് ആവാനുള്ള, എന്നാൽ അഡൾട്ട് ആയോ എന്ന് ചോദിച്ചാൽ ആയി എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്, നിങ്ങൾക്ക് എന്താ പറയാ താടിയും മീശയും എല്ലാം വളരും, നിങ്ങൾക്ക് ഹൈറ്റ് വെക്കും, അല്ല ഒത്തിരി വ്യത്യാസങ്ങൾ, നമ്മുടെ ശബ്ദത്തിന് ഭയങ്കര വ്യത്യാസം, ഒത്തിരി വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കാണാം. അപ്പൊ ഇടയ്ക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതെങ്ങനെയുണ്ട്, അത് വൃത്തിയുള്ളതാണോ, എന്റെ ശരീരത്തിന് എന്തെങ്കിലും രീതിയിലുള്ള മണമുണ്ടോ, മണം ഉണ്ടെങ്കിൽ ഞാൻ കുളിക്കണം. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് നോക്കണം. എന്റെ നഖമെല്ലാം ഞാൻ വെട്ടിയിട്ടുണ്ടോ, എന്റെ മുടിയെല്ലാം ഞാൻ വെട്ടി ഒതുക്കിയിട്ടാണോ ഞാൻ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു പേഴ്സണൽ ഹൈജീൻ. നിങ്ങളെ കണ്ടാൽ ആൾക്കാർ പറയണം ഈ കുട്ടിക്ക് വൃത്തിയുണ്ട്. ആ രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കണം. നമ്മൾ ഒത്തിരി ബ്രാൻഡഡ് ക്ലോത്ത്സും ബ്രാൻഡഡ് ഷൂവിന് പോകുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്ന കാര്യം നീറ്റാണോ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് വൃത്തിയുണ്ടോ, അതാണ് ഈ പ്രായത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് മുഖത്ത് കുരു വരാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കണം. ഒരിക്കലും അതിൽ ഡിസ്കറേജ്ഡ് ആവരുത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാതെ മറ്റുള്ളവരോടും കൂടി ചോദിച്ച് അഭിപ്രായങ്ങളൂടി എടുത്തിട്ട് വേണം നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടഫാണെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാനും
ബുദ്ധിമുട്ടുണ്ടെന്നും അറിയാം. എങ്കിലും നിങ്ങൾ യു ക്യാൻ ഡു ഇറ്റ്, കീപ് ട്രൈയിങ്. ഇപ്പൊ നമ്മള് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കണ്ടു എങ്ങനെ വേണം നമ്മുടെ മെന്റൽ ഹെൽത്ത് ഫിറ്റ്നസ് നമ്മൾ എങ്ങനെ നിലനിർത്തണം, എങ്ങനെയാണ് നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളത്. അപ്പൊ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരും. അതിന് നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ളതാണ് അടുത്തത് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങള് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളിൽ വന്നാൽ നിങ്ങൾ ഒരു രീതിയിലും പാനിക് ആവരുത്. ഒരു രീതിയിലും നിങ്ങൾ വിചാരിക്കരുത് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും, എന്റെ കൂടെ ആരും നിൽക്കില്ല, ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ എല്ലാ കാര്യങ്ങൾക്കും തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുമുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ഡിസോർഡർ. സ്ലീപ്പിംഗ് ഡിസോർഡർ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം കൂടുന്ന ആൾക്കാര്, ഒരു രീതിയിൽ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്ലീപ്പിംഗ് ഡിസോർഡർ എന്ന് പറയാം. രണ്ടാമത്തത് ഈറ്റിംഗ് ഡിസോർഡർ. ഇപ്പൊ ഇതുവരെ ഒന്നും എനിക്ക് ഭക്ഷണം കഴിക്കണേനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ പെട്ടെന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിൽ എനിക്ക് വിശപ്പ് വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എത്ര കഴിച്ചിട്ടും എന്റെ വിശപ്പ് മാറുന്നില്ല. അതിനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് ഡിസോർഡർ എന്ന് പറയാം. മൂന്നാമത്തത് അൺകൺട്രോൾഡ് ഇമോഷൻസ്. ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, എന്താ പറയാ, എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുക, അതിനാണ് അൺകൺട്രോൾഡ് ഇമോഷൻസ് എന്ന് പറയാ. നാലാമത്തത് എക്സസീവ് ഫിയർ. എല്ലാത്തിനോടും ഒരു ഭയം. നന്നായിട്ട് ട്രെയിൻ ചെയ്തതാണ്, നന്നായിട്ട് കളിക്കുന്നതാണ്, പക്ഷെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര ഭയം, ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര ഭയം. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് സ്വീകരിക്കണം. അഞ്ചാമത്തത് സിവിയർ അഡിക്ഷൻ. ഇപ്പൊ നമ്മുടെ പ്രായം എന്ന് പറയുന്നത് നമുക്ക് തന്നെ തോന്നും നമ്മൾ ഇച്ചിരി വലിയ ആളായി എന്ന് തോന്നുന്ന ഒരു പ്രായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ പ്രായത്തിന് നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളും ഉണ്ട്. അപ്പൊ പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ പലതും എന്താന്ന് ട്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു ജിജ്ഞാസ കൂടിയ ഒരു ടൈമാണ് ഇപ്പോഴത്തെ. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടാകും, നമുക്ക് ആൽക്കഹോൾ ട്രൈ ചെയ്യണം എന്ന് തോന്നും, അല്ലെങ്കിൽ സ്മോക്കിംഗ് ട്രൈ ചെയ്യണം എന്ന് തോന്നും. അങ്ങനെ പല പല കാര്യങ്ങള് നമുക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു പ്രായമായത്. ഇത് ഒരു തവണ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ ഇത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രീതിയിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് നിങ്ങൾ ചോദിച്ചിരിക്കണം. ഒരു രീതിയിലും നിങ്ങൾ അതിന് നാണക്കേട് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്തേക്ക് വരാൻ പറ്റും. ആറാമത്തത് നെഗറ്റീവ് തോട്ട്സ്. നമുക്ക് തന്നെ തോന്നുക നമ്മളൊന്നിനും കൊള്ളൂല, നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ ഇഷ്ടമല്ല, കോച്ചിന് എന്നെ ഇഷ്ടമല്ല, എൻ്റെ ടീം മെമ്പേഴ്സിന് എന്നെ ഇഷ്ടമല്ല, അവരെല്ലാവരും എന്നെ ചുറ്റും കൂടി നിന്ന് എന്നെ കോർണർ ചെയ്തു. അങ്ങനെയുള്ള ഒത്തിരി നെഗറ്റീവ് തിങ്സ്. അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ട്രെയിൻ ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം, സഹായം ചോദിക്കണം, നിങ്ങൾ പുറത്തേക്ക് വരണം. ഏഴാമത്തത് ലോ എസ്റ്റീം. നിങ്ങളെ തന്നെ, നിങ്ങൾ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൂടുതലാണ്, അവർക്ക് എന്നെ മനസ്സിലാക്കാൻ ടൈമില്ല, അങ്ങനെ ചിന്തിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ചുമാരോട് സംസാരിക്കുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നവരോടെല്ലാം നിങ്ങൾ സംസാരിക്കണം. എട്ടാമത്തെ കാര്യം ഫിസിക്കൽ അബ്യൂസ്. നിങ്ങളെ ആരെങ്കിലും ശാരീരികമായി ഏതെങ്കിലും രീതിയിലേക്ക് ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെങ്കിൽ, പല കുഞ്ഞുങ്ങൾക്കും അത് പിന്നെ ഭയങ്കരമായ ഒരു കുറ്റബോധവും, ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഭയങ്കര ഭയം, അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായം ചോദിക്കണം.
ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ഒരു രീതിയിലും നിങ്ങൾ നാണക്കേട്ട് അതിനെ വിചാരിക്കരുത്. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുക, ഇനിയും ജീവിക്കേണ്ട, എന്നാ മരിച്ചു കളഞ്ഞേക്കാം, ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻ, ഇതിലെല്ലാം നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം. 10ാമത്തത് ഇൻട്രോവേർട്ട്. നമ്മളൊരു ഹാപ്പി ആയിട്ടൊരു വ്യക്തിയായിരുന്നു, പെട്ടെന്ന് നമുക്ക് ആരോടും സംസാരിക്കണ്ട, പെട്ടെന്ന് നമ്മൾ ഉൾവലിയ, റൂമിൽ തന്നെ ഇരുന്നാൽ മതി, ആരെയും കാണണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചിരിക്കണം. നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഒത്തിരി ക്ലാസ്സുകൾ കേട്ടു, വൈശാഖ് സാർ ക്ലാസ് എടുത്തു, സുനിൽ സാർ അതിന് മുന്നേ പറഞ്ഞു, ടിനു സാർ പറഞ്ഞു, രമേശ് സാർ പറഞ്ഞു, അല്ലെ? നമുക്ക് ഇപ്പൊ നമ്മളൊരു ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി ക്ലാസ്സുകൾ കിട്ടും, 100 കണക്കിന് ക്ലാസ്സുകൾ നമുക്ക് ദിവസവും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ടെക്നിക്സ് കണ്ടു, ഫിറ്റ്നസിന്റെ ടെക്നിക്ക് കണ്ടു, മെന്റൽ ഹെൽത്തിന്റെ ടെക്നിക്ക് കണ്ടു. എന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോടുള്ളത്, നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങളുടെ ആ ഒരു ഗോൾ പോയിന്റ്? നമ്മുടെ ഗോൾ നമ്മുടെ മുന്നിൽ ക്ലിയർ ആണെങ്കിൽ മാത്രമേ എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്കൊരു ക്രിക്കറ്റ് പ്ലെയർ ആവണം എന്ന് അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടെങ്കിലാണ് അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. അങ്ങനെ ഒരു ഗോൾ പോയിന്റ്, ക്ലിയർ ആയിട്ടൊരു പോയിന്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഭയങ്കര പാടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. നമ്മൾ ഫേമസ് പ്ലെയേഴ്സിനെയൊക്കെ എടുത്ത് അവർ ഒത്തിരി ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ ഒത്തിരി ഡിസിപ്ലിൻ പാറ്റേണിലൂടെ ഒത്തിരി പ്രതിസന്ധികൾ മറികടന്നാണ് അവർ ആ ഒരു സക്സസിലേക്ക് എത്തിയത്. അപ്പം ഇന്ന് നിങ്ങൾ ഒരു ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണലിൽ നിങ്ങൾ എഴുതണം, ഇതൊരു ഒരു ചെറിയൊരു അസൈൻമെന്റ്, പേഴ്സണൽ അസൈൻമെന്റ്. നിങ്ങൾക്ക് ആരാവേണ്ടത്, എന്താ നിങ്ങളുടെ ഗോൾ പോയിന്റ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾ എന്താ റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. അല്ലാതെ ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. ഒരു ഷോർട്ട് കട്ടും ഇല്ല സക്സസിന്, ഒരു മാജിക്കും ഇല്ല സക്സസിൽ. ഇപ്പൊ ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയണ ഇതൊരു മാജിക് ആണ് സക്സസിലേക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോ. നിങ്ങളുടെ ലൈഫിലേക്കുള്ള സക്സസ് അല്ലെങ്കിൽ ആ മാജിക് എന്ന് പറയുന്നത് നിങ്ങളാ, അതെല്ലാം നിങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അണ്ടർ 19 വരെ നിങ്ങൾ സെലക്ഷൻ കിട്ടി വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദെയർ ഇൻ യു. ദ ക്വസ്റ്റ്യൻ ഇസ് വെദർ യു വാണ്ട് ടു ടേക്ക് ഇറ്റ് ഫർദർ ഓർ നോട്ട്. അപ്പൊ ആ ഒരു ഹങ്കർ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്യും, ഞാൻ കേരളത്തിനെ റെപ്രസെന്റേറ്റ് ചെയ്യും, ഞാൻ ഇന്ത്യനെ റെപ്രസെന്റേറ്റ് ചെയ്യും. എനിക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും ഞാൻ അതിനെല്ലാം അഭിമുഖീകരിച്ച് ഫ്രണ്ടിലേക്ക് പോകും എന്നുള്ള ഒരു വിൽ പവർ, ആ ഒരു ഡെസിഷൻ ആണ് നിങ്ങൾക്ക് വിൽ പവർ തരാൻ പോകുന്നത്. ആ ഒരു ഡെസിഷനാണ് നിങ്ങൾക്ക് മെന്റൽ ടഫ്നെസ് തരാൻ പോകുന്നത്. ആ ഒരു ഡെസിഷനായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് തരാൻ പോകുന്നത്. So cricket is not only the fitness or not only the talents. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, നിങ്ങൾ മാക്സിമം എന്താ പറയാ അതിനു വേണ്ടി ചെയ്യാം. ഒരു എൻകറേജ്മെന്റ് കൂടി ഞാൻ പറഞ്ഞിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്. നിങ്ങൾ ചിലപ്പോൾ ക്രിക്കറ്റിലെ എങ്ങനെയാണ് നിങ്ങളെ ഗ്രേഡ് ചെയ്തിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാ വ്യക്തികളിലും ഒരു നന്മയുണ്ട്, നിങ്ങളിലും ഒരു നന്മയുണ്ട്. അത് എത്ര ആൾക്കാർ പറയാണ് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാലും, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാലും നിങ്ങളിൽ ഒരു നന്മയുണ്ട്. യു ആർ മോർ ദാൻ ഇമ്പോർട്ടൻറ്റ് ദാൻ യു റിയലൈസ്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാക്സിമം നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, മാക്സിമം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫുൾ 100% നിങ്ങൾ അതിനു വേണ്ടി വില കൊടുത്ത് വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ഒരു നാണക്കേട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരണം, നിങ്ങൾ സഹായം ചോദിക്കണം. ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ടീം KCA ടീം ഇവിടെ ഉണ്ട്. വി വാണ്ട് ടു കെയർ യു. ഞങ്ങൾ ഇവിടെ ഹെൽപ്പിനായിട്ടുണ്ട്. ഒരു ക്ലാസ് എന്നതിലുപരിയായിട്ട് നിങ്ങളെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള അതിന്. അതുകൊണ്ട് മേക്ക് യൂസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി ആൻഡ് thank you so much for the class. Thank you guys. Over to you, Tino sir. Sir? You can conclude. You can conclude.
Sir, Tinu sir? Yes. ഒന്നുമില്ല ശരി ഒന്നുമില്ല. Ramesh sir, do you have time for questions? Yeah, you have another 10 minutes. Okay, Right. okay. Thank you. Thank you. Yeah. Yes, boys, I think it is a very brilliant session. Thank you so much, Steffi. It was a eye-opening session എന്ന് പറയുന്നത് കുറവായിരിക്കും. I'm sure you must have got lot of inputs when it comes to physical preparation and mental preparation in the last about 1.5 hours. Okay, so this is the place where we like to start from. നമ്മൾ തുടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം എവിടെയാണ്, പക്ഷെ from here we have to go ahead, all of us together. The togetherness is important. എന്നാലേ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. So I like to request you, as all our teachers told us, that any issues you have, any help you need, please be free to come back to us. Okay, please open up and come back to us. If you can't reach us, reach your local coaches or your district coaches. Okay, we'll be publishing a list of district coaches whom you can contact for immediate help, and please be free to speak to us, get back to us. All right, now I'll go back to questions. Any question ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക, ഉടനെ അറിയിക്കുക. അത് നമുക്ക് ചോദിക്കാൻ പറ്റും ഫാക്കൽറ്റിയുടെ അടുത്ത്. Okay, this question is to you, Vaishak. Vaishak, are you here? Are you with us? Hello, Vaishak, are you with us? Vaishak unmute ചെയ്ത് കാണും. മ്യൂട്ട് ചെയ്ത് കാണും. നമ്മുടെ കൂടെ ഉണ്ടോ? കാണുന്നില്ല. All right. So the question is, sir, I am attending gym sessions regularly. What type of workouts should I prefer, and which all should I avoid? Okay. The best I can. Vaishak, Okay. Yeah, you can carry on. Okay, please carry on. Yeah. Okay, good question. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ആസ് എ ക്രിക്കറ്റേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വീക്ക്ലി 3 സ്ട്രെങ്ത് സെഷൻസ് ആണ്. അതും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പം മൺഡേ ഒരു സ്ട്രെങ്ത് സെഷൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വെനസ്ഡേ ഒരു ഡേ റെസ്റ്റിന് ശേഷം, അതല്ലെങ്കിൽ ഒരു ഡേ കണ്ടീഷനിങ് സെഷൻ കൊടുത്തതിന് ശേഷം അടുത്ത വെനസ്ഡേ, പിന്നെ ഫ്രൈഡേ, അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് ബെറ്റർ. ആൻഡ് എക്സസൈസ് അല്ലെങ്കിൽ എക്സസൈസ് സീക്വൻസ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ മൂവ്മെന്റ് പാറ്റേണും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്ക് സ്ട്രെങ്ത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അപ്പം ഒരു പവർ ഓറിയന്റഡ് ആയിട്ട് ഒരു എക്സസൈസ് ആഡ് ചെയ്യാൻ നോക്കുക. ഒരു കോമ്പൗണ്ട് ലിഫ്റ്റ്, സ്ക്വാട്ട് പോലത്തെ ഒരു കോമ്പൗണ്ട് ലിഫ്റ്റ് ആഡ് ചെയ്യാൻ നോക്കുക. ദെൻ അസിസ്റ്റന്റ് എക്സസൈസസ്, ബാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. ദെൻ ഐസൊലേഷൻ മൂവ്മെന്റ്, അത് നമുക്ക് ആവശ്യമാണ്. ഐസോമെട്രിക് ട്രെയിനിങ് ആസ് എ ക്രിക്കറ്റേഴ്സ് ആവശ്യമാണ്. സോ ഒരു ലഞ്ച് ഹോൾഡ് ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐസോമെട്രിക് ആയിട്ടുള്ള ട്രെയിനിങ്. ദെൻ ഗെയിം ഓറിയന്റഡ് ആയിട്ട്, സ്പോർട്സ് സ്പെസിഫിക് ആയിട്ട്, ക്രിക്കറ്റേഴ്സ് ഫാസ്റ്റ് ബോളർ ആണെങ്കിൽ ഫാസ്റ്റ് ബോളിംഗ് സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ സ്പെസിഫിക് ആയിട്ട് ഒരു എക്സസൈസ് എല്ലാ ട്രെയിനിങ് പ്ലാനിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ദെൻ ലാസ്റ്റ് കറക്റ്റ് വർക്ക്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്ററൽ ഇൻബാലൻസോ മസിൽ ഇൻബാലൻസോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫൈനൽ ഒരു ലാസ്റ്റ് എക്സസൈസ് അതിനായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, വൈശാഖ്, നമ്മള് ഇടുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ ഗ്രൂപ്പിൽ, നമ്മൾ പ്രോഗ്രാം ഇടുമല്ലോ, അതിനെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ബ്രീഫായിട്ട്? എന്തൊക്കെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പോകുന്നത്? ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു 5 ഡേ വീക്ക്ലി 5 ഡേയ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിൽ 3 ഡേ സ്ട്രെങ്ത്തും 2 ഡേ കണ്ടീഷനിങ്ങും വീക്കെൻഡിൽ ഒരു ഡേ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ റിക്കവറി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്നുള്ള രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്വിമ്മിങ് അവൈലബിൾ ആണെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം 5 ഡേ പ്ലാൻ, 5 ഡേ ആണ് സ്ട്രെങ്ത്, 3 ഡേ സ്ട്രെങ്ത്, 2 ഡേ കണ്ടീഷനിങ്, സാറ്റർഡേ റിക്കവറി, സൺഡേ റെസ്റ്റ്. അപ്പം പ്രിഫറബിളി മോർണിംഗ്
മോർണിംഗ് സെഷൻസ് ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വെക്കാൻ നോക്കുക, ഈവനിങ് സ്കില്ലിനും വേണ്ടി ചെയ്യാൻ നോക്കുക. Okay, Vaishak, anything about the exercise videos upload ചെയ്യുന്നുണ്ടല്ലോ നമ്മള് വീഡിയോസും നമ്മൾ എക്സസൈസ് പ്രോഗ്രാം ഫോർവേഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ വീഡിയോസും ഓരോ സെഷന്റെയും 8 എക്സസൈസസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 എക്സസൈസിന്റെയും 8 വീഡിയോസും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അടുത്തൊരു PDF ഓരോ എക്സസൈസിന്റെയും നിങ്ങൾ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അത് പോയിന്റ് ചെയ്തിട്ട് ഒരു PDF ഫയലും ഓരോ സെഷൻ സെപ്പറേറ്റ് ആയിട്ട് 3 സെഷൻസിൻ്റെത് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോഗ്രാം സെഷൻ 1, സെഷൻ 2, സെഷൻ 3 എന്ന് തന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം വീഡിയോസ് ഓരോ എക്സസൈസിൻ്റെയും പേര് വെച്ചിട്ട് ഓരോ എക്സസൈസിൻ്റെയും വീഡിയോസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് അതിൽ ക്യൂസ്, അതായത് നിങ്ങൾ ആ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ PDF-ലും കൊടുത്തിട്ടുണ്ട്. Okay, thank you, Vaishak. That was very informative. Any other question, boys? Any other questions ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചത് വൈൻഡ് അപ്പ് ചെയ്യാം. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ ടിനു സർ, കണ്ടീഷനിങ് സെഷന്റെ കാര്യങ്ങളോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. പ്ലീസ് carry on. ദെൻ സ്ട്രെങ്ത് സെഷന്റെ ഒപ്പം തന്നെ 2 കണ്ടീഷനിങ് സെഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് എനർജി സിസ്റ്റം ക്രിക്കറ്റേഴ്സിന് ആവശ്യമായതുകൊണ്ട് അങ്ങനെയാണ് കണ്ടീഷനിങ് സെഷൻസ് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് സെഷനാണ്. അപ്പൊ അതാരും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഗ്രൗണ്ട് സെഷനെയാണ് കണ്ടീഷനിങ് സെഷൻസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഓരോ എനർജി സിസ്റ്റം ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണ് ഓരോ സെഷനിലും തന്നിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട. കാരണം നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഞാൻ വർക്ക് ടൈമും റെസ്റ്റ് ടൈമും സെപ്പറേറ്റ് ആയിട്ട് 5th കോളമിലും 6th കോളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പം 25 മീറ്റർ ഡിസ്റ്റൻസ് തന്നിട്ട് വർക്ക് ടൈം 5 സെക്കൻഡും റെസ്റ്റ് ടൈം 40 സെക്കൻഡ്സും തന്നിട്ടുണ്ടെങ്കിൽ 25 മീറ്റർ നിങ്ങൾ 5 സെക്കൻഡിൽ കവർ ചെയ്യാൻ നോക്കുക. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു 3 സെക്കൻഡിൽ കവർ ചെയ്യാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ 7 സെക്കൻഡ്സ് എടുത്തേക്കാം. അപ്പം 3 സെക്കൻഡിൽ കവർ ചെയ്യാൻ പറ്റിയാലും 7 സെക്കൻഡിൽ കവർ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിലും നിങ്ങൾ 5 സെക്കൻഡിൽ അത് കവർ ചെയ്യാൻ നോക്കുക. അത് ഈസി ആണെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിലും. സോ അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പം 3 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിലും 5 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. ദെൻ റെസ്റ്റ് ടൈം 40 സെക്കൻഡ്സ് ഓർ 50 സെക്കൻഡ്സ് എത്രയാണോ ഞാൻ തന്നിട്ടുള്ളത് അത് എക്സാക്ട് ആ റെസ്റ്റ് ടൈം മാത്രം എടുക്കാൻ നോക്കുക. ദെൻ അഗെയിൻ ആ റെപ്സ് ആൻഡ് സെറ്റ്സ്, ഞാൻ എത്ര റെപ്സ് ആണ് എത്ര സെറ്റ്സ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ട്. ആ സെറ്റ്സിന്റെ ഇടയിൽ എത്ര റെസ്റ്റ് ആണ് വേണ്ടതെന്നും സെപ്പറേറ്റ് ആയിട്ട് അതിൽ പ്രോഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കണ്ടീഷൻ സെഷനിൽ ഈ റെസ്റ്റ് ടൈമും വർക്ക് ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഓക്കെ വൈശാഖ്, പ്ലെയേഴ്സ് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോസും ട്രെയിനിങ് പ്രോഗ്രാമും എല്ലാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുക, ശ്രദ്ധിച്ച് നിൽക്കുക. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എനി വാലിഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ എഴുതുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈ അവിടെ തന്നെ നമുക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. ബട്ട് എനി വാലിഡ് ഡൗട്ട്സ്. ഓക്കെ, അനദർ തിങ് ഈസ്, ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ കണ്ടിരുന്നു. ഐ തിങ്ക് ഒരു കൺസേൺഡ് ക്വസ്റ്റ്യൻ ആണ് പ്രദ്വിൻ JP ചോദിച്ചിരിക്കുന്നത്. സർ, വൈ കാൻ വി സ്റ്റാർട്ട് ദ മാച്ചസ് ആസ് വി ആർ റെഗുലർ ഇൻ ഫിറ്റ്നസ്? We will be having immunity power to fight against corona rise. Okay, good. Appreciate your willingness to play, Pradwin. എല്ലാവർക്കും ആകാംക്ഷയാണ് കളിക്കാൻ. ഞങ്ങൾക്ക് ആസ് കോച്ചസും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഉത്സാഹത്തിൽ തന്നെയാണ് ഞങ്ങളും നിൽക്കുന്നത്. എനിവേ, ബട്ട് നമ്മൾ നിങ്ങളുടെ ഹെൽത്ത് ആണ് ഏറ്റവും ഇവിടെ പ്രയോറിറ്റി ആയിട്ട് എല്ലാവരും കാണുന്നത്. The health of the players. Okay, so corona നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടോ, നമ്മൾ കളിക്കാരാണോ, ഏത് കളിക്കാരാണ്, സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊന്നും കൊറോണക്ക് അറിയില്ല. കൊറോണ പിടിക്കുന്നതിന് കൊറോണ പിടിക്കും. ഓക്കെ,
So Ariyam, we are all strong, we are all fit, but we have to be careful at this time. Careful and obey the rules and regulations that the government puts in. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അനുസരണയോടെ ഈ ഒരു സമയത്ത് നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഫോർ അവർ ഗുഡ്, നമ്മുടെ ഗുഡ് മാത്രമല്ല, ഫോർ അവർ ഫാമിലീസ് ഗുഡ്, ഫോർ അവർ ടീംമേറ്റ്സ് ഗുഡ്. ഓക്കെ, നമ്മുടെ സറൗണ്ടിങ്സിന് എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് നമ്മൾ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പാലിച്ച് നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ന് കളി തുടങ്ങാം എന്ന് പറയുന്നു അന്ന് നമ്മൾ കളി തുടങ്ങും. എന്ന് KCA അതിനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷെ അതുവരെ നമ്മൾ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട വളരെ ആവശ്യമാണ്. ഓക്കെ, ദാറ്റ്സ് ഫോർ യുവർ ബെനിഫിറ്റ്. നിങ്ങളുടെ പ്ലെയേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. ബിക്കോസ് യുവർ ഹെൽത്ത് ഇസ് പ്രയോറിറ്റി ഫോർ us. ഓക്കെ, ഐ നോ യു ആർ സ്ട്രോങ്, യു ആർ ഇമ്മ്യൂൺ, എല്ലാം ഉണ്ട്. പക്ഷെ സ്റ്റിൽ വി കാൻ ടേക്ക് എ ചാൻസ്. Okay, so it's your responsibility also to take care of yourself and your surroundings. So എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ഈ സമയത്ത്. ഐ നോ യുവർ പ്രാക്ടീസിനൊക്കെ പുറത്തു പോകുന്നുണ്ട്, പക്ഷെ അധികം അലിഞ്ഞു തിരിഞ്ഞ് നടക്കാതെ സൂക്ഷിച്ചു കൊള്ളുക. ഓക്കെ, സോ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് വി ക്യാൻ ആൻസർ. Rats TV. Okay, sir, how many explosive workouts would you recommend? What we do in a week? Vaishak, that's for you. Okay, how many explosive workouts did you recommend? Yeah. Okay, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലോസീവ് പവർ ക്രിക്കറ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളത് എക്സ്പ്ലോസീവ് പവർ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സസൈസ് ആഡ് ചെയ്യേണ്ടതും എസെൻഷ്യൽ ആണ്. സോ വീക്ക്ലി 3 സെഷൻസിലും എക്സ്പ്ലോസീവ് പവർ ഇൻ സീസണിലാണെങ്കിലും നിങ്ങളുടെ പ്രീ സീസണിലാണെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് പവർ മൂവ്മെന്റ്സ് എപ്പോഴും നിങ്ങൾ ഒരു വർക്കൗട്ടിൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യാൻ ശ്രമിക്കണം. ബിക്കോസ് ബിഫോർ ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ്സ്, ഇപ്പോൾ കോമ്പൗണ്ട് ലിഫ്റ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുമ്പോഴും ഫസ്റ്റ് എക്സ്പ്ലോസീവ് പവർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്തിട്ട് ഫസ്റ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ എക്സ്പ്ലോസീവ് ആയിട്ട് ഹെവി ലിഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോസീവ് പവർ ട്രെയിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. സോ വീക്ക്ലി 3 days ട്രൈ ടു ഡു ഫസ്റ്റ്. Thank you, Vaishak. I can't see more questions here, so slowly we'll wind up. Thank you everybody for follow this continually, and any doubts please be free to ask us. Okay, thank you once again, and all the best for your preparation for this coming season.